സത്യം പറ, താങ്കളുടെ പാഷൻ അഡൽട്ട് ഇൻഡസ്ട്രിയാണ്. താങ്കൾ തന്നെ ബോഡി എക്സ്പോസ് ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ പലതവണ ഷർട്ട് ഓപ്പൺ ആയി. അയ്യാ, അപ്പൊ ആ ബൂബ്സ് താങ്കൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി. ഇതേ മെന്റാലിറ്റി തന്നെയാണ് മറ്റുള്ളവർക്കും. ട്രാൻസ്ജെൻഡേഴ്സിന് എണ്ണം കൂടുന്നത് ഈ ഒരു വർക്കിന് വേണ്ടി, അല്ലെങ്കിൽ ഇത് കാണിച്ച് ജസ്റ്റ് ബൂബ്സ് മാത്രം വലുതാക്കി കഴിഞ്ഞാൽ കാശ് കുറെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റ് വന്നുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്റർവ്യൂ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ട് താഴെ വരും, ഈ വെടികൾ എന്തിനു നീ ഇന്റർവ്യൂ ചെയ്തു. താങ്കളെന്ന് പറഞ്ഞു ഞങ്ങൾ ടെക്നിക്സ് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ ഒരു ഇൻഫ്ലുവൻസിങ്ങോ അല്ലെങ്കിൽ പ്രൊമോഷനോ വീഡിയോ അല്ല. ഇതൊരു 18+ കണ്ടന്റ് കൂടിയാണ്. കുട്ടികളാരും ഈ വീഡിയോ കാണരുത്. കാണുകയാണെങ്കിൽ തന്നെ അത് സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് ഫസ്റ്റ്ലി ഞാൻ തന്നെ ഒരു വാർണിംഗ് തരാണ്. ബിക്കോസ് നമ്മുടെ ചാനലിൽ നമ്മൾ പല ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളയുക. ഓൾറെഡി നമ്മൾ ഈ വ്യക്തിയുടെ കൂടെ ഒന്ന് പുതിയൊരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാന്ന് ഞാൻ പറഞ്ഞു തരാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ മീഡിയ ഒറിജിനൽസ്. ദിസ് ആർ ജിക്രൻ വിത്ത് യു. നമ്മൾ ഈ ചാനൽ 2 വട്ടം ഓൾറെഡി കാമവാഹിനി എന്ന പേര് എല്ലാവരും അറിഞ്ഞു. അത് അവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. കാമവാഹിനിയുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, ജാസ് ഡിസൂസ. നമസ്കാരം. നമസ്ലേ. എന്താണത്? We trans, we female use this namaste. That is gay, that is lesbian, and that is slay. It's a fashion. It's a fashion, but you are promoting LGBTQ നെ പ്രൊമോട്ട് ചെയ്യാനാണോ താങ്കൾ എത്തിയിരിക്കുന്നത്? എല്ലാം പ്രൊമോട്ട് ആയിക്കോട്ടെ. ഓക്കെ, കാമവാഹിനി എന്താണ് പുതിയ വിശേഷങ്ങൾ? നമ്മൾ ഓൾറെഡി ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തു, അതിന് മുമ്പ് വേറെയുള്ള ഇൻ്റർവ്യൂ എടുത്തു, അത് മില്യൺ അടിച്ചു. പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂ അത്യാവശ്യം അടിച്ചു. പക്ഷെ അതിൽ ഒരുപാട് കമൻറ്റ്സ് എനിക്കാണ് വന്നത്, എന്തിനാണ് ഇവരെ പോലെ ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കുന്നത്. എന്നെ കുറേ തെറി വിളിച്ചു. എൻ്റെ ജോലി ഇൻ്റർവ്യൂ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത്രയും ബാഡ് ആണോ? അല്ല, ഈ തെറി വിളിച്ച ആൾക്കാരൊക്കെ അവരുടെ ഒരു എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എന്താ വെച്ചാൽ എൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രസന്റ് ചെയ്യണമെന്നല്ല, ഒരു ബോൾഡായിട്ട് ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ടാലന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചോദിക്കും നിന്റെ ടാലന്റ് ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ ടാലന്റ് അല്ല, ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ യെസ് അല്ല നോ എന്ന് പറയാൻ കഴിവില്ലാത്ത ആൾക്കാരായിരിക്കും ഇത്രയും കിടന്ന് കുരയ്ക്കുന്നത്. കുറച്ചിട്ട് പൊക്കോട്ടെ. എന്താണ് യെസ് ഓർ നോ എന്ന് ഉദ്ദേശിച്ചത്? യെസ് ഓർ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പബ്ലിക്കിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ അവരെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടാകുന്നു. ഒരാണിനെ ഹറാസ് ചെയ്താൽ അത് തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത ആണുങ്ങളാണ് ഈ സമൂഹത്തിലുള്ളത്. ആണോ അല്ലയോ? പക്ഷെ പ്രതികരിക്കുന്നവരുണ്ട്. ആ പ്രതികരിക്കുന്നവർ നെഗറ്റീവ് പറയൂല. ഈ പ്രതികരിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് കൂടുതലും നെഗറ്റീവ് പറയുന്നത്. അവര് പറയുന്നത് കാമവാഹിനി എന്ന് പറഞ്ഞ ഒരാൾ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിലുള്ള ഒരു പീസ് നടി എന്നാണുള്ളൊരു കമന്റ്. നടി ആയിക്കോട്ടെ, പീസ് എന്ന് വെച്ചാൽ പോൺ സ്റ്റാർ അല്ലെങ്കിൽ പോൺ ഫിലിം, അഡൽട്ട് മൂവി കണ്ടന്റ്. ഈ പോൺ കണ്ടിട്ടാണ് കൂടുതലും ആൾക്കാർ വീട്ടിൽ തന്നെ അവരുടെ വികാരങ്ങൾ തീർക്കുന്നത്. നമുക്ക് പറയാം അഡൽട്ട് മൂവീസ്. യെസ്, ഓഫ് കോഴ്സ്. അഡൽട്ട് ഇൻഡസ്ട്രി ആന്നു. അതുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ആൾക്കാര് പിടിച്ച് കളഞ്ഞും വെച്ചായിരിക്കും വന്നിട്ട് എന്നാ ഇവക്ക് പീസ് അത് ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇവള് ശരിയല്ല കേട്ടോ, ഇടി അങ്ങനാണ് ഇങ്ങനാണ്. പക്ഷെ ഇതൊരു ചില ആൾക്കാർ പറയാറുണ്ട്, ചേച്ചി ഞാൻ 5 വട്ടം പിടിച്ചു കളഞ്ഞു. ഈ കളയുന്നവരായിരിക്കും, പക്ഷേ എങ്കിൽ ആത്മാർത്ഥതയുള്ളവരോ അല്ലെങ്കിൽ വ്യക്തിത്വം ഉള്ള വ്യക്തികളാരും അങ്ങനെ സംസാരിക്കില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തിത്വം ഇല്ലാതെ വെറും സീറോയില് വീട്ടിലൊക്കെ പെണ്ണുമ്പിള്ളയുടെ മുമ്പിൽ പോലും സാധനം നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ആണുങ്ങളാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത്. അവന്മാരെ ഒന്നും ഞാൻ അംഗീകരിക്കാറില്ല. അതൊക്കെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? നിവർന്ന് നിൽക്കാൻ പോലും കഴിവില്ല എന്ന് പറയുന്നത് മൊത്തം പുരുഷ സമൂഹത്തിന് അടിച്ചമർത്തുന്ന പോലെയുള്ള കൊണ്ട് നേരെ നിന്ന് 5 മിനിറ്റ് അടിച്ചിട്ട് പെണ്ണിനെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്നത് ഏതൊരുത്തനുണ്ട്? താങ്കളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്ക് അത് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. സെക്സ് കൊടുക്കാറില്ല ഞാൻ. സെക്സ് അതായത് റിയൽ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൊണ്ടു നടന്ന് കൊടുപ്പ് എനിക്ക് പരിപാടിയില്ല. ഞാൻ എന്റെ മോഡൽസിന്റെ കൂടെ ചെയ്യും. അതായത് അല്ല, അതിന് കൊടുപ്പെന്ന് പറയാം. ഞാനൊരു ആക്ടറാണ്. ആക്ടർ ബേസിൽ മാത്രം നോക്കിയാൽ മതി. ആക്ട്രസ് ആണ്, അതിന് ആ ഒരു ബേസിൽ നോക്കിയാൽ മതി. ഞാൻ ജാസിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ഷേക്സ്പിയറിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്, പിന്നെ എൻ്റെ കൂടെ ലെസ്ബിയൻ ചെയ്യാൻ വരുന്ന പെണ്ണുങ്ങളോട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സമൂഹത്തിൽ എല്ലാവരും ചേച്ചി ഒരു ഷോട്ടിന് എത്രയാ, 5000 ആണോ 10000 ആണോ, ആ പരിപാടി എനിക്കില്ല. അങ്ങനെ വെടിയെന്നൊക്കെ വിളിക്കാൻ വരുന്നവനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ഞാൻ വിടും. അത്രേ. പബ്ലിക്
പ്രോപ്പർട്ടി അല്ല, താങ്കൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് കണ്ടാരും എന്നെ അപ്രോച്ച് ചെയ്യാറുമില്ല. ഇവള് തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പബ്ലിക് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുമ്പോൾ താങ്കൾ പറയുന്നു ഞാൻ എന്റെ മോഡൽസിന്റെ കൂടെയാണ് ചെയ്യുള്ളൂ, വേറെ ആൾക്കാർ കൂടെ ചെയ്യില്ല എന്ന് പറയുന്നു. ഒരു മോഡലായിട്ട് കാശ് തന്ന് അല്ലെങ്കിൽ താങ്കൾ അവർക്ക് പൈസ കൊടുത്ത് വേറൊരാൾ, ഒരു പുരുഷൻ ഒരു മോഡലായിട്ട് വരാണെങ്കിൽ താങ്കൾ അവരുടെ കൂടെ ചെയ്യില്ലേ? ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കാറില്ല. പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷേക്സ്പിയർ വരുന്നത് അത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു പോൺ സ്റ്റാർ ആണ്. ഈവൻ ജാസ് ആണെങ്കിൽ പോലും അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ആണ്. അപ്പൊ ഞാൻ അവർക്ക് എന്റെ മോഡൽസിന് ഞാൻ ക്യാഷ് കൊടുത്തിട്ട് അവരെ വന്നു എനിക്ക് ആക്ട് ചെയ്യുന്നു, അവർ തിരിച്ചു പോകും. അതായത് പോൺ ഫീൽഡിൽ അല്ലെങ്കിൽ അഡൽട്ട് മൂവി കണ്ടന്റിലുള്ള ആൾക്കാരെ മാത്രമാണ് താങ്കൾ? തീർച്ചയായിട്ടും. എന്റെ നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും എന്റെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കേരളത്തിൽ നിന്ന് ആരെങ്കിലും അല്ല ചേച്ചി എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തൻ എന്റെ പ്രൊഫൈലുണ്ടോ? ഉണ്ടോ? എനിക്കറിയാം, ഞാൻ താങ്കളെ പ്രൊഫൈൽ നോക്കിയിട്ടില്ല. നോക്കണം. എനിക്ക് അത് താല്പര്യമില്ല. നോക്കിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടെ. പറഞ്ഞോട് പുള്ളിക്കാരൻ ഇത് നോക്കല്ലേ, പുള്ളിക്ക് നല്ലപോലെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. നീ പറഞ്ഞു അതെ, എനിക്ക് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. മോഡലാണല്ലോ, നീ പറഞ്ഞോടെ എന്റെ കണ്ടന്റ് എങ്ങനെയാണെന്നും ഞാൻ എങ്ങനെയാണ് ആക്ട് ചെയ്യിക്കുന്നതെന്ന് എന്റെ ആ ഒരു പ്രൊഫൈൽ ബേസ് എന്താണെന്നും ജാസ് പറയും. ഒരു കണ്ടന്റ് എന്താണെന്ന് എൻ്റെ പ്രൊഫൈലിൽ എന്തൊക്കെ കണ്ടന്റ് ആണെന്നും ആരുടെ കൂടെ നമ്മുടെ ബ്രാൻഡ് കണ്ടന്റ് ആണോ, നമ്മൾ ഏത് കണ്ടന്റ് ആണ് ഇത് ചെയ്യുന്നതെന്ന്, എങ്ങനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യിക്കുന്നതെന്ന് മോഡൽസിനെ കൊണ്ട്. ഓഫ് കോഴ്സ് ലൈക്ക് കാമയുടെ കണ്ടന്റ്സ് വെച്ചാൽ നല്ല ക്ലാസ്സിയാണ്. ആക്ച്വലി നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു എൻ്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, എന്തോ പീസ് ആണെന്നോ അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി ആണെന്നോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പറയുമ്പോൾ എല്ലാ ആക്ട്രസും പബ്ലിക് പ്രോപ്പർട്ടി ആകും. അവിടെ ഇവിടെയും കാണിക്കാത്ത ഒരു ആക്ട്രസും ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇല്ല. ഇവിടെ ചില കുറച്ച് നമ്മൾ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം ഈ കാണാത്ത ഏക് മിനിറ്റ് വൺ ക്വസ്റ്റ്യൻ താങ്കളോട് ചോദിച്ചല്ലോ, ഇവരുടെ കൂടെ ആണല്ലോ ഇന്റർവ്യൂ എടുക്കുന്നത്, ആരായി ചോദിച്ചു? കണ്ടവൻ തന്നെയല്ലേ ചോദിക്കുന്നത്. എന്തിനാ അവൻ കാണാൻ പോകുന്നത്? എന്തിനാണ് അവൻ കാണാൻ പോകുന്നത്? ഫോൺ വിളിച്ച് ഞങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ ഇവള് പുള്ളിക്കാരത്തി പറഞ്ഞോ, കാമ പറഞ്ഞോ, ചേട്ടാ എന്നെ ഒന്ന് കണ്ടില്ലെങ്കിൽ എനിക്ക് വയറെന്നറിയില്ല, പറഞ്ഞില്ലല്ലോ. ഈ പോയി കാണുന്ന എന്തുകൊണ്ടാ? അവർ നല്ലവര്. എക്സാമ്പിൾ ഐറ്റംസ്, ഞാൻ ഫിലിം ഇൻഡസ്ട്രി ഒന്നും പറയല്ല, ബട്ട് ഐറ്റം സോങ് ആയാലും പല സീൻസ് മലയാളം പഴയ മൂവീസിൽ എത്ര സീൻസ് ഉണ്ട്. ശിശിരകാലമേഘമേ, അപ്പൊ അതെന്താ? വാട്ട് ഈസ് ദാറ്റ്? അവിടെ ആരും ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ. നിങ്ങൾ റിബൺ കട്ടിക്കാൻ വിളിക്കും, നിങ്ങൾ ഉദ്ഘാടനത്തിന് വിളിക്കും, നിങ്ങൾ എല്ലായിടത്തും വിളിക്കും, അയ്യോ ചേട്ടാ ഇരിക്കും ചേച്ചി. അല്ല, അവരാരും ഈ പോൺ സ്റ്റാർ അഡൽട്ട് മൂവീസിൽ നിന്ന് അഭിനയിച്ചവരല്ല, സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ. അന്നത്തെ അങ്ങനെയാണെങ്കിൽ ഈ ഒന്നും കാണിക്കാൻ പാടില്ല. അതാണ് എന്തിനാ ഇത്രയും മാത്രം കാണിച്ച ആൾക്കാരെ? അല്ല, ഇതിപ്പോ ഇത്രയും ഇപ്പൊ ക്ലീവേജ് കാണിക്കുന്നത് നോർമലൈസ് ചെയ്യല്ലോ. ഇപ്പൊ ഈ കാലഘട്ടത്തില് ക്ലീവേജ് കാണിക്കുന്നത് നോർമലൈസ് മാറിയാണ്. അത് അവരറിഞ്ഞോണ്ടല്ലോ. ഇപ്പൊ ഓരോ മീഡിയ അല്ലെങ്കിൽ ഒരാള് ഫോണൊന്ന് പൊന്തിച്ച് പിടിച്ചു കഴിഞ്ഞാല് അവരെ ക്ലീവേജ് അല്ലെങ്കിൽ പല ഭാഗങ്ങളും കാണും. ഇപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാലയിൽ പോലും അന്നാരാജൻ വന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൽ വിവാദമായി. അതുപോലെ തന്നെ നമ്മുടെ ആരായിരുന്നു അന്നാരാജന്റെ കൂട്ട് വേറൊരു ഇതുണ്ടല്ലോ, ആരാ നമ്മുടെ കുണ്ടി വലിയൊരു മറ്റേ ഫിലിം നടിയാരുടെ അവിടെ പേരെന്താ? അല്ലല്ല, ആ പേര് പറഞ്ഞു കട്ടാണ് ഇവിടെ. പേരെന്തായിരുന്നു? ആ കുണ്ടി ഭയങ്കര വലിപ്പമുള്ള നമ്മുടെ ഹണി റോസ് ആണോ? ഹണി റോസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഈ ഹണി റോസിനെ ആക്ച്വലി എന്തിനാണ് ഈ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുന്നത്? അവരുടെ കുണ്ടി, അവരുടെ മുല ആണോ? അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരെയും തെറ്റ് പറയുന്നല്ല. അപ്പൊ അവരൊക്കെ കാണിക്കുന്നുണ്ട്. അവര് കാണിക്കാന്ന് പറഞ്ഞാല് കാണിക്കാതെ പറഞ്ഞാലും അവരൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്ന രീതിയിലാണ് കാണുന്നത്. നമ്മൾ ഓപ്പൺ ആയിട്ട് കണ്ടുപോകുമ്പോൾ പിടിച്ചു കളയുന്നതിന് ഒരു കുഴപ്പമില്ലേ? അതാണ് ആൾക്കാരുടെ ചോദ്യം. അതൊക്കെ അത് നോ പ്രോബ്ലം. എന്താ വെച്ചാൽ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ആ ഒരു പ്രോബ്ലം ഉള്ള ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. അത് അവര് കൊടുന്ന് കൊരിക്കുന്ന പറ്റി കടിക്കൂലല്ലോ. ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഫോണിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൊന്നും വന്നിട്ടില്ല. അവർ സിനിമയില് ക്യാരക്ടറായിട്ട് ചെയ്യുന്നു, നിങ്ങൾ അത് വിറ്റ് കാശാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യത്യാസം. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, രതി നിർവേദം എന്ന് പറയുന്ന പടം കുറെ ഓടിയതാ, എന്തുകൊണ്ടാ? അതിലെന്താണ് കാണിച്ചിട്ടുള്ളത്? എന്താണ് സെക്ഷൽ കണ്ടന്റ് ഇല്ല. കെട്ടിപ്പിടിക്കുന്നതും അവള് ആസ്വദിക്കുന്നതും അവിടെ പിടിക്കുന്ന ഇവിടെ പിടിക്കുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ. വെള്ളം ഇങ്ങനെ എന്താ വെള്ളം വീഴുന്നത്? എന്താ അത്?
ഇതിലൊന്നും പല കുഴപ്പമില്ല. മലയാളത്തിൽ അറിയത്തില്ല, ഹിന്ദി ആണെങ്കിൽ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഓരോ പാട്ടുകൾക്കും എന്ത് ലത മങ്കേഷ്കർ വരെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഓരോ പാട്ട് അന്ന് എഴുതി തരുമായിരുന്നു, ഇത്ര ഡബിൾ മീനിങ് ഉള്ള പാട്ടുകൾ അവർ പാടി കഴിയുമ്പോഴാണ് അറിയുന്നത്. ഇല്ല അതിന്റെ പറഞ്ഞ ഇപ്പോഴത്തെ ആണെങ്കിലും പണ്ടത്തെ ആണെങ്കിലും നിങ്ങൾ പാട്ട് ഇരുത്തി കേട്ട് നോക്കണം, അതിനകത്തിൽ എന്തെല്ലാം ഡബിൾ മീനിങ് ഉണ്ടെന്ന്. ഇതില് ഞാൻ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. ഞാൻ ഫോൺ ചെയ്യാറുണ്ട്, ഇതില് അഭിനയിപ്പിക്കാറുണ്ട്. അത് പറഞ്ഞു വരുമ്പം നമ്മുടെ സമൂഹത്തിന് പുറത്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം, ആദ്യം പതുങ്ങി എല്ലാം ചെയ്യാം. ഈ ഗൾഫിലൊക്കെ പോകുന്ന അവന്മാർ, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ റിലേറ്റീവ്സിൽ തന്നെ കുറെ അവന്മാരുണ്ട്, വൈഫ് ഉണ്ട്, എന്നിട്ട് എന്നോട് ചോദിക്കും മുംബൈയിലല്ലേ മോഡൽസ് ഉണ്ടോ, ഗേൾസ് ഉണ്ടോ. എനിക്ക് അപ്പൊ ഇവരുടെ സംസ്കാരം ഇവരുടെ ഇതൊക്കെ എവിടെ പോയി? ഇവർ പാത്തും പതുങ്ങി എല്ലാം ചെയ്യുന്നു, വൈഫുണ്ട് വീട്ടില്. ഞാൻ എന്താ പിമ്പാ ഇവർക്കെല്ലാം ഗേൾസ് ഉണ്ട് കൊടുക്കാൻ? ഇതില് ഒന്നും തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കുരയ്ക്കുന്ന ആൾക്കാർ കുരച്ചിട്ട് പോകുള്ളൂ. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതെ, നിങ്ങളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. നിങ്ങൾക്ക് അടുത്ത മോഡൽ കിട്ടുന്ന വീഡിയോ ചെയ്യുന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല. സമൂഹത്തിന് എങ്ങനെ ബാധിക്കുന്നതാണ് ഈ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്. അവരുടെ വികാരങ്ങളെ അവർ വീട്ടിൽ തന്നെ അടക്കി കളയുമല്ലേ. അറ്റ്ലീസ്റ്റ് നമ്മൾ രണ്ടുപേരും ആരും പറയുന്നില്ല നിങ്ങൾ പുറത്തു പോയിട്ട് ഒരാളെ അല്ലെങ്കിൽ ചെയ്യാനോ അല്ലെങ്കിൽ പിടിക്കാനോ പറയുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ ഒരു ഗേൾ ഫ്രണ്ടിനെ ഞങ്ങൾ അതിനുള്ള ഇത് കൊടുക്കാതെ, എക്സാമ്പിൾ ഹണി യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് നിങ്ങൾ തമ്മിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അല്ലാതെ പുറത്ത് പോയിട്ട് ആരെയും സ്ത്രീകളെ നോക്കാനോ താടി നോക്കാനോ അങ്ങനെയുള്ളവരെ ചെരുപ്പ് ഹീൽസ് ഇട്ട് ഞാൻ അടിക്കും. പക്ഷേ ദെൻ വൈ ഒരു ഷീമെയിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡറിനെ ഒരു വീഡിയോ ഉണ്ടാക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ പ്രൊമോഷൻ ചെയ്യണം? പ്രൊമോഷൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ് എന്താണ്, അല്ലെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ആൾക്കാർക്ക് അറിയില്ല ഇത് എന്താണ് വെറൈറ്റി ആയിട്ടുള്ളതെന്ന്. അപ്പം നിങ്ങളതൊരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഷീമെയിൽസിനെയാണോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്? അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞു എല്ലാവരും പ്രൊമോട്ട് ചെയ്യും. എനിക്ക് കിട്ടുന്ന എൻ്റെ ഒരു ബേസിക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിനകത്ത് എൻ്റെ വീഡിയോയിലുള്ള ഉള്ളടക്കങ്ങൾ സംസാരിക്കുന്നതിനോട് താല്പര്യമില്ല. എനിക്ക് ഷീമെയിലിനെ ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾസോ. ഞാൻ അങ്ങനെ ഞങ്ങൾ ഒരു കണ്ടന്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഒന്നല്ല, രണ്ടാമത്തെ ബേബിക്ക് മാത്രമല്ല ഷീമെയിൽസിനെ ഇഷ്ടം. ഒരു 80-85-90% ഇന്ത്യൻസിനും അബ്രോഡ് ഇന്റർനാഷണൽ സത്യം ആണുങ്ങളാണ് കൂടുതൽ ഫീമെയിൽസ്. എന്റെ പ്രൊഫൈലിൽ തന്നെ അതുകൊണ്ടാണ് താങ്കൾ ഒരു ട്രാൻസ്ജെൻഡറായി മാറിയത്? അതുകൊണ്ടല്ല ഞാൻ മാറിയത്, ഹോർമോൺ ചേഞ്ചസ് ആണല്ലോ. എന്റെ ഹോർമോണൽ ചേഞ്ചസ് ആണ്. എനിക്ക് തോന്നി എന്റെ ശരീരത്ത് ഒരു ഗേൾ സോൾ ട്രാപ്ഡ് ആണ്, എന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആണായിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. എന്റെ കുഴപ്പം അല്ല. ഓക്കെ ഫൈൻ, അതൊക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ എന്തുകൊണ്ട് താങ്കൾ ടെസ്റ്റിക്കൽ അല്ലെങ്കിൽ താഴെ ഡൗൺ സർജറി ചെയ്യാതെ ബ്രസ്റ്റ് മാത്രം വെച്ച് ബൂബ്സ് വെച്ച് എന്തിന് നടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒരു ട്രാൻസ്ജെൻഡർ ആകുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ തന്നെ. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് ഡൗൺ സർജറി ചെയ്ത് ഒരു കംപ്ലീറ്റ്ലി സ്ത്രീയെ മാറി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വൈ യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്? Why? That is everybody's choice. Even ഇപ്പം ഗേസിൽ തന്നെ ടോപ്പ് ബോട്ടം ഇങ്ങനെ സംഭവമുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് സ്ട്രേറ്റ് ടോപ്പ് ബോട്ടം. ഈ ടോപ്പ് എന്ന് പറയുമ്പോൾ മുകളിൽ വരുന്നതാണ്, ബോട്ടം താഴെ. ഓക്കെ, അതിൽ വേഴ്സറ്റൈലും ഉണ്ട്. ഇതെല്ലാം മെൻ ഗേൾ തമ്മിലല്ല ചെയ്യുന്നത്. പക്ഷെ ചില സ്ട്രെയിറ്റ് ആൾക്കാർ ഞങ്ങളെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടംസിൻ്റെ കൂടെ പോയി ചെയ്തിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ സ്ട്രെയിറ്റ് ആണെന്ന് പറയും. അതൊരു ചോയ്സാ. ഇത് അല്ല, ഈ ചോയ്സ് പ്രൊമോട്ട് ചെയ്യലാണല്ലോ താങ്കളെ പോലുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോറി, യു ആർ പ്രൊമോട്ടിങ്. അതായത് താങ്കളെ പോലുള്ള ആൾക്കാർ ഈ ചോയ്സ് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ദേ ആർ സെലക്ടിങ് പീപ്പിൾ ലൈക്ക് യു. ആ ചോയ്സ് ഇല്ലാതെ താങ്കൾ ഒരു സ്ത്രീ ആയിട്ട് താങ്കൾ പാട് സർജറി ചെയ്തൊരു ഭജന വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ തന്നെ ആ ഒരു സംഭവം ഇല്ലെങ്കിൽ ഇതിന് പ്രൊമോഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ആൾക്കാർ ചെയ്യില്ലല്ലോ. പ്രൊമോഷൻ എനിക്ക് ഗട്ട്സ് ഉള്ളത് കൊണ്ട് ഞാൻ പുറത്തും വാങ്ങുന്നു. ഇവിടെ കല്യാണം കഴിച്ച് സോറി ഭാര്യമാർ, കല്യാണം കഴിച്ച പല പുരുഷന്മാർക്കും ഈ ഉള്ളിൽ അത് ഉണ്ടായിട്ട് അവർ അടക്കി കെട്ടി കുട്ടികളും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയും കുറെ പേര് ജീവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടി കഷ്ടിച്ച്. അവരാണ് ഞങ്ങളുടെ കൂടുതലും വരുന്നത്. നോർമൽ ബോയ്സ് വരും, അവർക്ക് എല്ലാം ഒരു ഇതാ, അവിടെ ഇടുന്നോ ഇവിടെ ഇടുന്നോ, ഇതൊരു വെറൈറ്റി അല്ലേ. എന്നിട്ട് കുറെ പേരുണ്ട്, കുറെ പേര് എൻ്റെ അടുത്ത് വന്ന് പലരുണ്ട്, അയ്യോ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നേ,
എൻ്റെ അവിടെ എവിടെ തൊട്ടിട്ട് പറയും തൊട്ടോട്ടെ. പാട്ടെ. പക്ഷേ ഒരു ആനൽ സെക്സ് ഒരിക്കലും നല്ലതല്ല എന്നാണ് എല്ലാ ഡോക്ടേഴ്സർക്കും പറയുന്നത്. ഏത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്? ഈവൻ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ, യു ക്യാൻ സെർച്ച് ഇറ്റ്. ഗൂഗിളിലല്ലോ ഗൂഗിൾ അല്ല, ഡോക്ടേഴ്സ്, നമ്മള് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് വേണ്ട കഴിക്കരുത്. അല്ല അതിനെന്താ അല്ല. പക്ഷേ ആനൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഡിസീസ്. അതിന്റെ രീതിക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വീട്ടിലുള്ള വൈഫുമാരും കല്യാണം കഴിക്കുന്ന മുമ്പ് എവിടേക്കാ പോയെന്ന് അറിയോ? ചെറുക്കന്മാർ എവിടെയാ പോയെന്ന് അറിയോ? ഇല്ലല്ലോ. അവർ വന്ന് കല്യാണം കഴിക്കുന്നു, അവർ പ്രൊട്ടക്ഷൻ ആണ് ചെയ്യുന്നത്, അവർക്കും വരും അല്ലേ? അത് അതിനെല്ലാം മാത്രമല്ല, ഈ ബ്ലോ ജോബ് ചെയ്യുമ്പോഴും വിനൗട്ട് കോണ്ടം ഇറ്റ് വിൽ കം. അത് ആൾക്കുണ്ടെങ്കിൽ, ഇൻഫെക്റ്റഡ് ആണെങ്കിൽ, നോട്ട് ഓൺലി ഏനൽ, അതൊരു ഇതാ വജൈനയിലും വരും. യു കീപ് ക്ലീൻ, യു ബി ക്ലീൻ, യു യൂസ് കോണ്ടംസ്. നിങ്ങളെങ്ങനെ ഹൗ യു ഗൈസ് ഗെറ്റിംഗ് ഒരു സർട്ടിഫിക്കേഷനിൽ ഒന്നുമില്ല, പല ആൾക്കാരും റാൻഡമായിട്ട് ചെയ്യുന്നു, പലയിടത്തേക്കും പോകുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ബേസിക് പ്രൊട്ടക്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇത് ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ സീരീസ് ഉണ്ടാക്കുവാണ്. അത് സെയിം ഞങ്ങൾ തന്നെ പുതിയ 10 പേരായിട്ട് ഞങ്ങൾ പോകുന്നില്ല, പുറത്ത് എന്താ ഇതിനു വേണ്ടി പോകുന്നില്ല. ആക്ട് ചെയ്യാ, വീട്ടിൽ വരാം, ജസ്റ്റ് അഭിനയിക്കുന്നു, അതിൽ എന്തൊക്കെ കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇല്ല. നോ 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 നോ, ബിഗ് നോ, ബിഗ് നോ. ഇതിൽ വല്ല കറക്ഷൻ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫേക്ക് ഐ ഡി വെച്ചിട്ടായാലും യെസ് ഓർ നോ നിങ്ങൾ തന്നെ പറയണം. ഇല്ല, അങ്ങനെ ആരും വരില്ല. എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഞാൻ പോത്തില്ല. പക്ഷേ എന്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, അവർ എന്റെ ഫ്രണ്ട്സ് ആണ്. എനിക്ക് ഞാൻ മുംബൈ കേരള വിട്ടിട്ട് അവിടെ പോയി, എനിക്ക് റെന്റ് കൊടുക്കണം. അങ്ങനെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, അല്ല 10 പേര് ഇല്ല. അതില്ല ജാസപ്പിനും പറയാനുള്ള കാര്യം. 1-2 പേരെ എനിക്കുള്ളൂ, നല്ല വലിയ ബിഗ് ആൾക്കാരാ. മതി, എനിക്ക് എന്റെ ഫുഡ് കഴിക്കണ്ടേ, എനിക്ക് റെന്റ്. ജാസ് ഡിസൂസനെ നമ്മളൊക്കെ ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ നമ്മൾ പരിചയപ്പെടണം. ബിക്കോസ് D4 ഡാൻസ് എന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ വന്നൊരു വ്യക്തിയാണ്. റിയാലിറ്റി ഷോയിൽ ആദ്യത്തെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് വേണമെങ്കിൽ പറയാം. സീസൺ 3 ആയിരുന്നു. സീസൺ 3 D4 ഡാൻസിലെ പ്ലാറ്റ്ഫോമിൽ സെമി ഫൈനൽ വരെ എത്തിയ ഒരാളും കൂടിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താണ് ഇവരെ വന്നത് എന്നുള്ളൊരു ചോദ്യം. അത് ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, ബട്ട് റൈറ്റ് നൗ ഐ എം ഇൻട്രൊഡ്യൂസിങ്. ഷീസ് എ ഡാൻസർ, ഒരു ആക്ട്രസ് ആണെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ D4 ഡാൻസ് എന്നൊരു റിയാലിറ്റി ഷോയിലൊക്കെ വന്ന് യുവർ ഡാൻസർ, ആ ഡാൻസ് വീഡിയോസ് നമ്മൾ കണ്ട്, ശോഭന ഒക്കെ അടുത്ത് ഡാൻസ് കളിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ ഒരു അഡൾട്ട് കണ്ടന്റ് അല്ലെങ്കിൽ അഡൾട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? Why? Because of the money. ആൻഡ് എനിക്ക് ആരുടെയും പേരെടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും എന്താ സംഭവിച്ചെന്നോ പറയാൻ എനിക്ക് ഇവിടെ പറ്റില്ല, താല്പര്യമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത് കൂടുതലും. വാട്ട്സ് ഹാപ്പനിങ്, പേര് പറയണ്ട, എന്താണ് നടക്കുന്നത് ഇൻഡസ്ട്രി. ഇനി ഞാൻ നല്ല ഫേമസ് അല്ലേ, ഫേമസ് ആയിട്ട് എൻ്റെ ഒരു നമ്മൾ ആ ഒരു ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിന്നോ ഒന്നും വന്നതല്ല. നമ്മൾ ചെറുപ്പം മുതലേ എനിക്ക് ഡാൻസ്, മോഡലിംഗ് അതൊക്കെയാണ് ഇഷ്ടം. പക്ഷെ എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഐ ലവ് മൈ സെൽഫ്. എനിക്ക് ബോൾഡ് കാണിക്കാൻ ഇഷ്ടം, എനിക്ക് കുറച്ച് ഓപ്പൺ ചെയ്യാൻ ഇഷ്ടമാണ്, എൻ്റെ ബോഡി കാണിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് ഐ ലവ് മൈ ബോഡി, ബോഡി ഈസ് ബ്യൂട്ടിഫുൾ. പക്ഷേ അവിടെ സംഭവിച്ചത്, ഞാൻ അന്നേരം വന്നത് D3 ഡാൻസ് ചെയ്യാനായിട്ടാണ് വന്നത്, എൻ്റെ കല കാണിക്കാനായിട്ട് വന്നത്. അന്നേരം കുറേ പേര് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ദുബായിൽ വർക്ക് തരാം, ഇവൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ 2-3 പേര് കാണും, ലൈക്ക് സ്പോൺസേഴ്സ്. അപ്പോൾ അവരുടെ കൂടെ നിനക്ക് എന്തൊക്കെയോ ചെയ്യണം, അഡ്ജസ്റ്റ്മെന്റ്. എത്ര വയസ്സിലാണ് ഈ D3 പോകുന്നത്? 25. ഓക്കെ, 25 പോകുമ്പോൾ ഇത്രയും വലിയ റിയാലിറ്റി ഷോയുടെ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർ തന്നെ താങ്കൾക്ക് ഇങ്ങനൊരു വലിയൊരു ആക്ടർ എന്നെ വണ്ടിയിലിട്ട് 1 മണിക്കൂറിട്ട് കറക്കി. എന്തിന്? ഞാൻ വർക്ക് ചോദിക്കാൻ പോയതാ. എനിക്ക് ഞാൻ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലും മൂവിയിൽ എന്തെങ്കിലും ചാൻസ്, വാ ഇരിക്കാം കറക്കി. പേര് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങളെ പോലുള്ള ആൾക്കാർ വേണം, ഇങ്ങനെയുള്ള ആൾക്കാരെ. ഓൾറെഡി പുറത്ത് വന്ന ആളൊക്കെയാ, പോട്ടെ. പുറത്ത് വന്ന ആളാണെങ്കിൽ പേര് പറയുന്ന പ്രശ്നമില്ലല്ലോ. അല്ല, ഇത് ഞാൻ ചോദിക്കുന്നത്
നിങ്ങൾക്കുള്ള ദുരനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പറയാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ഇല്ലെന്നിട്ടുണ്ടല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമാകും. അല്ല പ്രശ്നമാവണം. അവരിങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പാടില്ലല്ലോ. നാളെ മര്യാദക്ക് ജീവിച്ചു പോട്ടെ. അല്ല നാളെ ഇതുപോലെ ഒരു പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആരെങ്കിലും ഇതിന് ഒരു ധൈര്യം ഓക്കെ താങ്ക് യു പാട്ടോ. പക്ഷേ ഇത് ഇവരോട് മാത്രമല്ല ഇത് കാണുന്ന എല്ലാവരോടുള്ള ചോദ്യമാണ്. നിങ്ങൾക്കൊരു ദുരനുഭവമോ അല്ലെങ്കിൽ ഒരാൾ മിസ്ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ഇല്ല, തുറന്നു പറയാൻ കാണിക്കണം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് തുറന്നു പറഞ്ഞിട്ടും തുറന്നു പറഞ്ഞവരെ അടിച്ച് അമർത്തി അവരിപ്പോഴും ജീവിച്ചു ഒരു യൂസ് ഇല്ല. ഓക്കെ, അപ്പോൾ ആ സമയത്ത് താങ്കൾ ഇപ്പോൾ D3 വരുന്ന സമയത്ത് താങ്കൾ ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഒരു മിസ്ബിഹേവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ടായതുകൊണ്ടാണോ? D3 സെറ്റില് ഒരിക്കലും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് ഈ മൂവി വരുമ്പോഴൊക്കെ പ്രശ്നം. ഓക്കെ, ചാനൽസിലൊന്നും കുഴപ്പമില്ല. ഓക്കെ, ആ ഒരു ക്ലാരിഫിക്കേഷൻ. അതാ ഇതിനെ കുറിച്ച് ഐഡിയ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ TV-യിലേക്ക് പോയത്. ഓക്കെ, മനസ്സിലായോ? അവിടെ പ്രോപ്പർ വർക്ക്, പ്രോപ്പർ ആൾക്കാര്, നല്ല മീൻസ് ലൈക്ക് നമുക്ക് ആ സെറ്റ് വിട്ട് പോകുമ്പോൾ കരച്ചിൽ വരും, ആക്ച്വലി കരച്ചിൽ വരും. ഇത്രയും നല്ല പ്രൊഡ്യൂസർ, ഇത്രയും നല്ല ആൾക്കാർ, ഓ മൈ ഗോഡ്, ഫാമിലി തന്നെയാണ് അവർ. പക്ഷെ മൂവി ഡിഫറെന്റ് ആണ്. പക്ഷേ താങ്കളൊരു ഡാൻസറാണ്, നല്ല രീതിയിൽ ഡാൻസ് കളിക്കാൻ അറിയുന്ന ആളാണ്. ദെൻ വൈ അത് ഡീവിയേഷൻ എപ്പോഴാണ് വന്നത്? ബേബി, ഡീവിയേഷൻ ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ തന്നെ വന്നത്. വൈ? അത് ക്യാഷിന് വേണ്ടിയിട്ടാണോ? ആക്ച്വലി പറയുകയാണെങ്കിൽ തന്നെ ഐ ക്യാൻ എന്തിനാ കള്ളം പറയുന്നല്ലേ, തീർച്ചയായിട്ടും എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു. നോട്ട് ഇൻ ടു ദാറ്റ് ബോൾഡ് വെബ് സീരീസ്, ബട്ട് ഐ വോണ്ട് ടു ബി ഹോട്ട് ലൈക്ക് ബിപാഷ കൈൻഡ് ഓഫ്, അത്രയും ഒക്കെ ആഗ്രഹിച്ചു. അപ്പൊ അവിടെ ഒന്നും കിട്ടിയില്ല. ഫോർ എക്സാമ്പിൾ ഒരു തമിഴ് മൂവി ഐറ്റം സോങ്, എനിക്ക് ഡാൻസ് പറയില്ല, ഡാൻസ് ഐറ്റം സോങ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ എന്നോട് ചോദിക്കുക താഴെ എന്താ? ഇതാണ് 10 പേരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ എന്നെ ആരെടുക്കും? 10 പേരോട് ഇത് പറഞ്ഞു. എനിക്ക് ഇത് ആരും ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ അതൊരു മനസ്സിലാവുന്നില്ല. അല്ല, താങ്കൾ ഓൾറെഡി ഒരു ഗേൾ സോൾ എൻ്റെ ഉള്ളിൽ കയറി ഞാൻ അങ്ങനെയാണ്. അപ്പൊ ആ സർജറി ചെയ്ത് താങ്കൾ കംപ്ലീറ്റ്ലി ഒരു സ്ത്രീ ആയിക്കൂടെ എന്നാണ് എൻ്റെ ചോദ്യം. സോ യു ഗെറ്റ് ദാറ്റ് ഐറ്റം ഡാൻസ് വാട്ട് എവർ, ഒരു ഇൻഡസ്ട്രിയിൽ കയറാലോ. പറയാം, ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല, അത് എൻ്റെ ഒരു ഇഷ്ടം. പിന്നെ ഒന്ന്, എപ്പോഴും ആ സർജറി സക്സസ് ആവണം എന്ന് ഉറപ്പില്ല. അത് ഭയങ്കര പെയിൻഫുൾ ആണ്. അതില് എൻ്റെ കൂട്ടുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വെൻ ആഫ്റ്റർ ദ സർജറി അകത്തെ വൂണ്ട് ഇത് ഒരു സുഖമാകുന്നില്ല. ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കും, ചെറിയ ചെറിയ ഡ്രോപ്പ് ആണെങ്കിൽ എന്തൊക്കെയോ പൊയ്ക്കൊണ്ടിരിക്കും. പെയിൻ ഉണ്ട് എന്നും, അതും ഇതും. ഫുഡ് പാടില്ല, വെയിലത്ത് പോകാൻ പാടില്ല. മെയിൻ ഫീലിൻ്റെ കാര്യങ്ങൾ അത് ചെയ്യുന്നത് ഞാൻ ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാണോ? അല്ല, സമൂഹത്തിന് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാ. എനിക്കൊന്നും സുഖം കിട്ടാൻ പോകുന്നില്ല അവിടെ. ഇറ്റ്സ് നോട്ട് നാച്ചുറൽ. ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് നോ, ഇറ്റ്സ് നോട്ട് നാച്ചുറൽ. ഞാനൊരു നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് കുറച്ചറിയാം. അപ്പൊ ആ ഒരു സംഭവം ചെയ്യുന്ന നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി, ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി എൻ്റെ സുഖം, എൻ്റെ എല്ലാം ഞാൻ എന്തിനു കളയണം? പറഞ്ഞല്ലോ, ഈ സർജറി കഴിഞ്ഞാൽ ബ്ലഡും കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന അതേ ഫീലിംഗ് തന്നെ ആയിരിക്കും. ലൈക്ക് അവർക്കും ഈ ബ്ലഡ് പോകലും സ്റ്റിച്ചും കെയറും കാര്യങ്ങളൊക്കെ. റിസൾട്ട് പുറത്ത് വരുന്നുണ്ടല്ലോ, ഒരു കൊച്ച് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കൊച്ചിന്റെ കാര്യമല്ല, ദ സെയിം പ്രൊസീജിയർ. അതായത് പെയിൻ എടുത്താലും ഇപ്പൊ ഇവിടെ എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് വന്നു, നമ്മൾ ഈ ചാനലിൽ നമ്മളിരിക്കുന്നവരടുത്തൊക്കെ വന്നു. എനിക്ക് അതൊരു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ ഒരു പാഷൻ അല്ലെങ്കിൽ താങ്കൾ വിചാരിച്ച ഒരു മേഖലയിലേക്ക് താങ്കൾക്ക് എത്താമായിരുന്നില്ലെന്നാണ് എൻ്റെ ചോദ്യം. ഐറ്റം ഡാൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പണി വേണ്ട. അല്ല, കൊടുത്തല്ല ഞാൻ പറഞ്ഞേ, ചോദ്യങ്ങൾ വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞത് താഴെ എന്താണ് ഐറ്റം ഡാൻസ് അല്ലെങ്കിൽ താങ്കൾക്ക് ഒരാളെ പറഞ്ഞു വേണ്ടിട്ടാ ചോദിച്ചേ. അതല്ല ചോദിച്ചാ, അല്ല ഞാനിപ്പോ സ്കേർട്ട് ഇട്ടാലും ഒരു ലെഹങ്ക ഇട്ടാലും എന്താ ഡ്രസ്സുകൾ ഇട്ടാലും അത് കാണുന്നില്ലല്ലോ. അത് കാണാതിരിക്കാൻ എനിക്കറിയാം. ഇപ്പൊ കാണുന്നുണ്ട് ഇല്ല. അപ്പം സോ അവര് പറഞ്ഞ ലൈക്ക് ഒരു ഫീമെയിൽസിന് ഭയങ്കര ഡിമാൻഡാണ്, പല ആൾക്കാർക്കും പല ആ ഒരു ഫാന്റസി ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ സെക്സ് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ആളോട് ഞാൻ ചെയ്യും. ദാറ്റ് ഈസ് ഡിഫറെന്റ്. എനിക്ക് പണി തരും, ജോലി തരും എന്ന് പറഞ്ഞിട്ട് എന്നെ ആരും തൊടാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു മിസ്ബിഹേവിങ് ഒരാളുടെ പല ആൾക്കാരിൽ നിന്ന് കിട്ടിയപ്പോൾ യു ഗെറ്റ് ടു ദിസ് ഫീൽഡ്.
അങ്ങനെയാണോ പറയണ്ടേ? മോസ്റ്റ്ലി നോട്ട് ഇൻ മലയാളം. ഇവിടെ എൻ്റെ ഗേൾസ് ഫ്രണ്ട്സ് ഉണ്ട്, അവളുമാർ പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ കൂടുതലാണ്. തുറന്നടിച്ച് മുഖത്തടിച്ച് പറയും. ഞങ്ങളുടെ അവിടെ അത്രയും പറയത്തില്ല. എന്ത് പറയും? ലൈക്ക് കിടക്കണം, ഡയറക്റ്റ് കിടന്നാലേ കിട്ടുള്ളൂ പണി. അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ കിടന്നു കഴിഞ്ഞാൽ മാത്രമാണ് കിട്ടുള്ളൂ. ശരിയാണ്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട്, പല ആൾക്കാരും ഓരോ സ്ത്രീകൾ തന്നെ വന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലൊന്നും മോശം. ബോളിവുഡിലും ബിഗ് സ്റ്റാർസിന്റെ കൊച്ചുങ്ങൾക്ക് പല സ്റ്റാർ കിഡ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് പോലും ചില ബിഗ് ഡയറക്ടർ പ്രൊഡ്യൂസറുകൾ പോകേണ്ടി വരുന്നത് അകത്തുള്ള കാര്യം എനിക്കറിയാം. ഓക്കെ ഫൈൻ. അപ്പോൾ ജാസിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എന്താണ്? ലൈക്ക് എവിടെയാണ് ജനിച്ചത്? ജനിച്ചത് കേരള, പക്ഷെ കേരള കഴിഞ്ഞ ഉടനെ മഹാരാഷ്ട്ര പോയത്. എന്തുകൊണ്ട്? അല്ല, അത് ഫാമിലി ആയിട്ട് പോയതാണ്. പല ആൾക്കാർക്ക് ഉള്ളിൽ സംശയം വരും ഇത് ഇതുകൊണ്ടാണോ. അങ്ങനെയൊന്നും കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. എൻ്റെ ഫാമിലി മമ്മി ഡാഡിയൊക്കെ നല്ലതാണ്. പക്ഷെ നല്ലതാണെന്ന് എനിക്ക് നല്ലതെന്ന് വെച്ചാൽ സ്വഭാവം നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു മെന്റാലിറ്റി ആൾക്കാർ കൊടുത്തില്ല, നെയ്ബേഴ്സ് കൊടുത്തില്ല, റിലേറ്റീവ്സ് കൊടുത്തില്ല. എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഇപ്പൊ അവർ ഓക്കെ ആണ്, പക്ഷെ എന്നാലും ഓക്കെ ആയിരുന്നെങ്കിൽ എന്നെ വീട്ടിൽ നിർത്തിയേനെ. അല്ല, എപ്പോഴാണ് ജാസിന്റെ ഉള്ളിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്? സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ എന്താ സ്കൂൾ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എനിക്ക് ഗേൾസിന് ഡ്രസ്സ് ഇടാനാണ് അന്നേ ഇഷ്ടം, ലിപ്സ്റ്റിക് ഇടാന്. അപ്പോൾ ഞങ്ങൾ അന്നും ഡാൻസ് ചെയ്യുമായിരുന്നു. അന്നും ഡാൻസ് ചെയ്യുമ്പോൾ ഈ ടീച്ചറൊക്കെ എനിക്ക് ലിപ്സ്റ്റിക് എടുത്തു, ഞാനത് കളയാതെ വെച്ച് നടക്കുമായിരുന്നു. കാരണം അന്ന് മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ. ആ സ്മെല്ല് അതൊക്കെ ഇഷ്ടം. കാരണം അത് ഹോർമോൺസ് ആ ഒരു സോൾ ഉള്ളിലേക്കുണ്ട്. നമ്മള് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എല്ലാ മെയിലും ഒരു ഗേൾ ഉണ്ട്, എല്ലാ ഗേളിലും ഒരു ഫീമെയിൽ ഉണ്ട്. ഒന്ന് പറയട്ടെ, ഒരു ബോയ്സ് ഗേൾസ് ഫ്രീ ആയിട്ട് അങ്ങനെ എവിടെയൊക്കെ ഇരിക്കും, ഇങ്ങനെ വർത്താനപ്പുറം എന്നൊക്കെ പറയും. മാൻ ആക്ച്വലി ആക്ട് ചെയ്യുക, മാൻ ആക്ച്വലി ആക്ട് പറയൂ. ഒന്ന് ചാലിച്ചോട്ടെ, അയ്യോ ചേട്ടാ പറയത്തില്ലേ, അല്ലേ? അപ്പൊ ആ ഒരു എല്ലാ ഹോർമോൺസ് അവരെന്തിനാണ് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും. ഇങ്ങനെ അത്ര ഈ ഹോർമോൺസ് എല്ലാവരും രണ്ട് പേരിലുണ്ട്, ആൻഡ്രോജൻ ഈസ്ട്രോജൻ, മെനിലും ഉണ്ട് ഗേളിലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ശിവ് ശക്തി. വാട്ട് ഈസ് ശിവ് ശക്തി? മോഹിനി രൂപ്. ഈ മോഹിനി രൂപ, അയ്യോ എൻ്റെ വിഷ്ണു, എൻ്റെ ചേട്ടാ, എൻ്റെ ഭഗവാനെ എന്നൊക്കെ വിളിക്കുന്നവരാണ് ഇവരെ കുറ്റം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. നിങ്ങൾക്ക് കാണപ്പെടുന്ന ദൈവമാണ്. ഞാനെന്നല്ല, ഡോഗ് ആണെങ്കിലും ഒരു മന്ദബുദ്ധി, നിങ്ങളെല്ലാം നോർമൽ അല്ലേ? നിങ്ങളെല്ലാം നിങ്ങളെ ഭയങ്കര നോർമൽ സെറ്റപ്പ് ഉള്ള ആൾക്കാരല്ലേ, ഒരു കുറ്റവും ഇല്ലാത്ത പതിവ്രത ആൾക്കാർ. ഞങ്ങള് കുറ്റക്കാരാ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷെ അല്ല. അല്ല, ഈ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നത് നിങ്ങളെ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാണ്? നിങ്ങൾ ഞങ്ങളെ അടുത്ത് നിർത്തിയിരുന്നെങ്കിൽ, നിങ്ങളുടെ കൊച്ചുങ്ങളെ പോലെ സ്കൂളിൽ വിട്ടിരുന്നെങ്കിൽ, സ്കൂളിലല്ല കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ താങ്കൾ പഠിച്ചു, നേഴ്സിംഗ് വരെ പഠിച്ചു എന്ന് പറയുന്നു, താങ്കൾക്ക് പഠിപ്പുണ്ട്, എത്ര വരെ പഠിച്ചു ശരിക്കും? ഞാൻ 12th കഴിഞ്ഞിട്ട് BSc നഴ്സിംഗിൽ പോയി. 4 years കോഴ്സ് ആയിരുന്നു. 3rd year കഴിഞ്ഞപ്പോൾ ഞാൻ വിട്ടു. ഹോസ്റ്റലിൽ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ്, ഇഷ്യൂസ്. ഫീമെയിൽ ഹോസ്റ്റലായിരുന്നോ അതോ മെൻസ് ഹോസ്റ്റലോ? മെൻസിന്റെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. പിന്നെ എന്റെ പ്രിൻസിപ്പൽ നല്ലതായത് കൊണ്ട് രാത്രിയിലൊക്കെ വന്ന് 500-600 ബോയ്സ് ഉള്ള ഹോസ്റ്റലാണ്. ആരും തട്ടും ബോയ്സ്. പ്രിൻസിപ്പലിന് അവിടെ നിന്നുണ്ടായി പ്രിൻസിപ്പലിനെ പിന്നെ പറഞ്ഞു, അവർ നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് അവരെ എല്ലാം വോൺ ചെയ്തു, അങ്ങനെയൊക്കെ മാറ്റി. അന്നേരം ഒരു മിനിറ്റ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവർക്കും പ്രശ്നം. അന്ന് ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് നടക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഫുഡൊന്നും അങ്ങനെ നടന്നിട്ടില്ല, എങ്കിലും ഇവർക്ക് എന്നോട് അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു ബോയ് ആയിരുന്നല്ലോ. Why they have attraction to me? Why they do want to do all that things with me? Why? അപ്പൊ കുറ്റം ഞങ്ങളുടെ ആണോ? അല്ല. ഞാൻ ഡ്രസ് ഇട്ടേന്റെ ആണോ? അല്ല.
പക്ഷെ ആൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറി അല്ലാതെ വേറെ ഇതിൽ ചിന്തിക്കുന്ന സാധാരണക്കാരുണ്ടല്ലോ, അവർ കാണുന്നത് നിങ്ങളൊരു സെക്സ് വർക്കർ എന്ന രീതിയിലാണല്ലോ കാണുന്നത്. ഇപ്പൊ താങ്കൾ ഇവിടെ നിന്ന് ഇന്റർവ്യൂല് സെക്സ് വർക്ക് ചെയ്തില്ലല്ലോ കുട്ടി. പക്ഷെ ഇപ്പൊ കാമുകനെ സ്ക്രീനിലേ കാണുന്നുള്ളൂ. സെക്സ് വർക്ക് ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഈ പുള്ളിക്കാരത്തെയും സെക്സ് വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ ആരും സെക്സ് വർക്ക് അത് മിക്സ് ആക്കല്ലേ. അതെ, അല്ല, കോമൺ ഒരു സാധാരണക്കാരൻ്റെ ഉള്ളില് അഡൽട്ട് ഇൻഡസ്ട്രി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അല്ല അത് നിങ്ങളാണ്. പക്ഷെ വെളിയിലിറങ്ങിയ നമ്മളെ ആൾക്കാര് റെസ്പെക്ട് ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഞാൻ കേരളത്തിൽ ഇവിടെ വരുമ്പോഴൊക്കെ ബഹുമാനത്തോടെ ആൾക്കാരോട് വരുന്നേ. ട്രാൻസ്ജെൻഡേഴ്സിന് വലിയ പ്രശ്നങ്ങളില്ല. അല്ല ഇപ്പൊ അഡൽട്ട് ഇൻഡസ്ട്രി ചില പ്രദേശങ്ങളുണ്ട്. ഈ കൊച്ചിയിലായതുകൊണ്ട് എനിക്കറിയില്ല, വേറെ എനിക്കറിയില്ല. അങ്ങനെ കുഴപ്പം ഉണ്ടെങ്കിൽ അത് അവരുടെ മെന്റാലിറ്റി. അല്ലാതെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് കാറ്റഗറി ഇത് ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കഷൻ എന്തിനാ ചെയ്യുന്നത്? ആക്ച്വലി എന്തിനാ ചെയ്യുന്നത്? ഈ ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഒന്ന് മാറ്റി. മെന്റാലിറ്റി മാറാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാത്ത ആൾക്കാരുണ്ടോ? അവരിതാ ചെയ്യുന്നു. മേ ബി സണ്ണി ലിയോണ്ട് ഭംഗിയായിരിക്കാം, പുള്ളിക്കാരി ഒരു ഐറ്റം ഡാൻസർ ആയിരിക്കാം, സെക്സ് വർക്ക് വിട്ട് കംപ്ലീറ്റ്ലി കുറച്ച് ചാരിറ്റി ചെയ്യുന്നു. പോൺ സ്റ്റാർ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് അല്ലേ? ഓഫ് കോഴ്സ് സെക്സ് വർക്ക് അങ്ങനെ നമുക്ക് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ റിയൽ മീറ്റ് കൊടുക്കാൻ നടക്കുന്ന ആൾക്കാരാണ്. പോൺ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നേരത്തെ കാമാകിനെ പറഞ്ഞ റിയൽ മീറ്റ് ഇങ്ങനെ കൊടുക്കുമെന്ന രീതിയിൽ ഞാൻ കൊടുക്കൂലെന്നാ പറഞ്ഞേ. ഇന്റർവ്യൂ നിങ്ങൾ ചെയ്തത് എടുത്ത് നോക്കി. ഞാൻ റിയൽ മീറ്റ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരുത്തരോടും പറഞ്ഞിട്ടില്ല. ഞാൻ റിയൽ മീറ്റ് കൊടുക്കാറില്ല. ചോദിക്കുന്നവരോട് പറയാം ഞാൻ റിയൽ മീറ്റ് കൊടുക്കാറില്ല. കൊടുക്കുന്നവരോട് ചെന്ന് ചോദിക്കുക. എനിക്ക് ആ പരിപാടിയില്ല. എന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇടയ്ക്ക് വന്നു. അപ്പൊ ഞാൻ ഇതിലേക്ക് അതൊരു ഇഷ്ടമുണ്ട്, അത് വേറെ കാര്യം. ഞാൻ എന്ന് വെച്ചാൽ ഏത് ക്ലൈമറ്റിലും ഏത് ഇതിലും ഇണങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഞാൻ കള്ളം പറയല്ല, ഒരു 12 മാസം മുമ്പ് എൻ്റെ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരാൾ എല്ലാം കൊണ്ടുപോയി. ഒരു 18 lakhs കൂടുതൽ ഗോൾഡും അതും എനിക്ക് വേണ്ടി. എനിക്ക് വലിയൊരു എമൗണ്ട് ആയിരുന്നു. കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ലാസ്റ്റിൽ വന്നപ്പോഴത്തേക്കിന് ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൽ ഒരു ചപ്പാത്തി അവിടെ ഇരുന്നിട്ട് ആ ചപ്പാത്തി തൊട്ട് കഴിക്കാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ ആരുടെയോ വീട്ടിൽ താമസിക്കുക. ഞാൻ കാരണം ഡിഗ്രി ചെയ്ത സമയത്തൊക്കെ നല്ല എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. നല്ലായിരുന്നു. ബാങ്കോക്ക് പോയായിരുന്നു. ഞാൻ ബാങ്കോക്കിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വന്ന പൈസ എല്ലാമാണ്. അതെങ്ങനെ പോയി എന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ ഒരു ചീറ്റ് ചെയ്തതാണ്. അവന്റെ മമ്മിയൊക്കെ വിളിച്ച് പറയായിരുന്നു, ഓക്കെ മോളെ നീ ഭയങ്കര ഇതല്ലേ, നിനക്ക് വേണ്ടി വീടുണ്ടാക്കണം, അപ്പോൾ കുറച്ച് പൈസ വേണം. ഞാൻ അന്ന് ബാങ്കിലൊന്നും അങ്ങനെ എടുത്തില്ല. കാരണം ഞാൻ ബാറിലൊക്കെ ക്ലബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്യാഷാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അവിടെ സെക്സ് വർക്ക് ഇല്ലേ. എല്ലാവരുടെ വിചാരം ഡാൻസ് ബാർ എന്നൊക്കെ പറയുമ്പോൾ സെക്സ് വർക്കാണ്. നോ, നോട്ട് അറ്റ്. അവിടെ നമ്മൾ പോയി ഡാൻസ് ചെയ്ത് മര്യാദയ്ക്ക് വീട്ടിൽ വരിക. അവിടെ നിങ്ങളെ ബൗൺസേഴ്സ് ഉണ്ട്, ആരും തൊടാൻ പോലും പറ്റില്ല. തൊട്ട് കഴിഞ്ഞാൽ എടുത്തെടുത്ത് അറിയും. ഡാൻസ് ചെയ്ത് നല്ല കുറച്ച് ഡ്രസ്സ് റിവീലിംഗ് ആയിട്ട് ഡ്രസ്സ് ഇടും, ഡാൻസ് ചെയ്ത്. ബാക്കി പിന്നെ നിങ്ങളുടെ ഇഷ്ടം, ചോയ്സ് അല്ലേ. അതിപ്പോ എല്ലാരും ചെയ്യുന്നുണ്ട്. അതിന് ഒരു ഇതാണ് ആൾക്കാരുടെ മെന്റാലിറ്റി. ഇങ്ങനാണെങ്കിൽ ഇങ്ങനെ തന്നെ, അങ്ങനാണെങ്കിൽ അങ്ങനെ തന്നെ. നമ്മൾ എല്ലാവരും ഒരു പുറകലത്തെ ഒരു ബുക്കിന്റെ കവർ കണ്ടിട്ട് ഉടനെ അങ്ങ് ജഡ്ജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ മുംബൈയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ, നമ്മുടെ നന്നായിട്ട് അഭിനയിക്കുന്ന സീരിയൽ നടികളില്ലേ, അയ്യോ ഇങ്ങനെ അവളന്മാരെ ബാക്ക് റോഡിൽ പോയിരുന്ന് കാണിക്കുന്ന പരിപാടി കാണും ഞങ്ങളുടെ ലോക്കണ്ട് നല്ല സൈഡിലൊക്കെ. പക്ഷെ വില്ലത്തികളായിട്ടുള്ള ആക്ട്രസ് ഉണ്ട്. എൻ്റെ ദൈവം, അവരെ പോലെ നല്ല ആൾക്കാർ വേറെ ആരുമില്ല. അപ്പൊ യു കാണ്ട് നമ്മൾ പക്ഷെ വില്ലത്തികളെ ഉദ്ഘാടനം പോലും വിളിക്കില്ല. ശരിയാണ്. അങ്ങനല്ല, ഒരാളെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാനൊന്നും ഒരിക്കലും പറ്റില്ല. നമ്മൾ അന്തർയാമികളല്ല. സോ നിങ്ങൾ പറഞ്ഞിരുന്നത് യു ആർ നോട്ട് എ സെക്സ് വർക്കേഴ്സ്, യു ജസ്റ്റ് അഡൽട്ട് ഇൻഡസ്ട്രിയിലെ ആക്ട്രസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഏതും ആർട്ടിസ്റ്റാണ്. സോറി, ഞാൻ അങ്ങനെയൊക്കെ പറയാൻ എൻ്റെ മനസ്സിലെ വിഷമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. അവരും ആർട്ടിസ്റ്റാണ്, അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അവരും എന്തെങ്കിലും കൂടെ ഒക്കെ പോയിട്ടുണ്ടെന്ന് അവരുടെ വിഷമം അവർക്കറിയാം.
ഞങ്ങളും ആർട്ടിസ്റ്റ് ആണ്, ഞങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് ആരുടെ കൂടെ പോകേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിനുള്ള ബേസിക് ബാലൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ. സോ ആ ഒരു ബോയ് ഫ്രണ്ട് ചീറ്റ് ചെയ്തു. ആ ബോയ് ഫ്രണ്ട് അറിയില്ലായിരുന്നു ലൈക്ക് താങ്കൾ ഒരു ട്രാൻസ്ജെൻഡർ ആണ്, ട്രാൻസ് വുമൺ ആണ് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ടും താങ്കൾ അറിഞ്ഞിരുന്നില്ല താങ്കൾ ഇങ്ങനെ ചീറ്റ് ചെയ്യപ്പെടാമെന്ന് അറിഞ്ഞിരുന്നില്ലേ? ഇല്ല, ഭയങ്കര ട്രസ്റ്റ്. ഫാമിലി മൊത്തം കംപ്ലീറ്റ്ലി ചീറ്റ് ചെയ്തോ? അവന്റെ അമ്മ ഒക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകത്തില്ലേ? അതല്ല, ഇവരുടെ ഒരു ബേസിക് പ്രോബ്ലം എന്താ, എനിക്ക് വേറെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഇവള് ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് മനസ്സ് തുറന്ന് അവരെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ നമുക്ക് ചെയ്ത് അവർ ഭയങ്കരമായിട്ടും വിശ്വസിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഒരു ചെറിയ കാര്യം മതി ഇവർക്കൊക്കെ പെട്ടെന്ന് ഹേർട്ടാണ്. മനസ്സിലായി, ഞങ്ങൾ എപ്പോഴും തല്ലുണ്ടാക്കും, അത് വേറെ കാര്യം. പക്ഷെ ഇവർക്ക് ചെറിയ കാര്യം മതി പെട്ടെന്ന് ഇവരുടെ മനസ്സിൽ പതിക്കും. അങ്ങനെയാണ് ഇവരെ ചതിച്ചിട്ട് പോവുകയും ചെയ്യും ആൾക്കാർ. അത് മനസ്സിൽ പതിക്കുന്ന ആരെയെന്ന് പറയും, നമ്മളെ സ്വന്തം ആൾക്കാർ ഇങ്ങനെ പറയുന്നല്ലോ ചെയ്യുന്നല്ലോ ഒരു. കാരണം ഞങ്ങൾ ട്രാൻസ് എന്ന് പറയുമ്പോൾ ആർക്കും നല്ലത് വരട്ടെ, നല്ല ഒരു കുശുമ്പ് കുനായ്മ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചെറിയ ചെറിയ കുശുമ്പുകളുണ്ട്, ചിലപ്പോൾ അടിയിടും, പക്ഷെ എന്നാൽ ഞങ്ങൾ ഒന്നിക്കും. പക്ഷെ പുറത്തുള്ള ആൾക്കാരോട് ഞങ്ങൾക്ക് സ്നേഹം 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 മാത്രമേ ഉള്ളൂ. പക്ഷേ ആൾക്കാർ ഇങ്ങനെ നിങ്ങളെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ കയ്യകലം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈവൻ ഞാൻ ഇന്ന് ഈ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് ട്രാൻസ്ജെൻഡർ താങ്കൾ മാത്രമല്ല വേറെ കുറച്ച് പേര് ഞാനിന്ന് റീൽ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് വന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ ഈ ഹിജ്റാസ് എന്ന് പറയുന്ന ആൾക്കാർ സാരി എടുത്തിട്ടുണ്ട്, പക്ഷെ ആള് ഈ പാവാട അടക്കം പൊന്തിച്ച് പിടിച്ച് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്ന ഒരു റീലാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നത്. റീസെന്റ് വീഡിയോ ആണ്. സോ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ മാറി പോകുന്നത്. ആ ഒരു കാലം മാറണം. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ സംഭവങ്ങളല്ലേ. അപ്പൊ അവര് ഈ ഞങ്ങൾ എന്ന് പറയുമ്പോ എണ്ണത്തിൽ കുറവാണ്, പക്ഷെ ഇപ്പൊ എണ്ണത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു, നിങ്ങളിപ്പോൾ അഡൽട്ട് ഇൻഡസ്ട്രി ആക്ട്രസ് എന്ന രീതിയിൽ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ ടാഗ് ചെയ്യുന്നു. അവരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാശ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. ട്രാൻസ്ജെൻഡേഴ്സ് കൂടിക്കോട്ടെ, പക്ഷെ അത് അറിയാത്ത വരുന്ന ആൾക്കാരുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. നേരത്തെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കുട്ടി സിസ്റ്റേഴ്സിന്റെ കൂടെ നടക്കുന്നതുകൊണ്ട് അവൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് തെറ്റിദ്ധരിച്ചു, പക്ഷെ ഡോക്ടർ കണ്ടപ്പോൾ അവൻ മാറി. ഈസ് ക്യൂർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തതാണ്. എൻ്റെ ഫോണിൽ ഇപ്പോഴും മെസ്സേജ് എടുക്കുന്നുണ്ട്. +2 പഠിക്കുന്ന വ്യക്തിയാണ്. ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. +2 പഠിക്കുന്ന കുട്ടി, എനിക്ക് അതാണ് അതിശയം. പല ആൾക്കാരും ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞു വൺസ് ഞങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒരു തിരിച്ചുപോക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ടവൻ അവന് ജിമ്മി പോയി അവന് കുറച്ച് അഡ്വൈസ് പറഞ്ഞുകൊണ്ട് അവൻ കുറച്ച് വർഷം മാറാൻ തുടങ്ങി. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എന്തിനു എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെയും സാധാരണ ആൾക്കാരൊക്കെ ഒരു ചോദ്യം. നമ്മൾ ജബർദസ്തി പിടിച്ച് ചെയ്യുന്നു എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു എനിക്ക് കാശില്ലാത്തതുകൊണ്ടാണ് ഞാൻ അഡൽട്ട് ഇൻഡസ്ട്രിയിലേക്ക് മാറിയത്. നേരത്തെ പറഞ്ഞു ഫോർ മണി എന്ന് പറഞ്ഞു. കാശ് ഇല്ലാത്തത് കൊണ്ട് അതെന്റെ ചോയ്സ് ഞാൻ എടുത്തു. പാഷൻ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ആ സമയത്ത് സത്യം പറ, താങ്കളുടെ പാഷൻ അഡൽട്ട് ഇൻഡസ്ട്രി ആണോ? ഞാൻ വന്ന വഴിക്ക് ആണെങ്കിൽ എനിക്ക് ഡാൻസ്, മോഡലിംഗ് അതൊക്കെയാണ്. അതെന്നെ കണ്ടിന്യൂ ചെയ്തൂടെ? നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ആദ്രിജ പണിക്കർ, മാലിക പണിക്കർ ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന പറയുന്നത് അതല്ലേ പറഞ്ഞത്. കണ്ടിന്യൂ ചെയ്യാൻ പോകുമ്പോൾ അവർ ഇതല്ലേ പറയുന്നത്. ബാക്കിയുള്ളവരുടെ അടുത്ത് ആ ചോദ്യം വരുന്നില്ലല്ലോ. അവര് പോകുന്നുണ്ടായിരിക്കും. മാലിക പണിക്കരും ആദ്രിജ പണിക്കരും നമ്മുടെ ചാനലിൽ റെപ്യൂട്ടഡ് ആയിട്ട് വന്നിരുന്ന ഇന്റർവ്യൂ വന്ന ആൾക്കാരാണ്. അവർക്ക് ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. വരുന്ന ആൾക്കാർ ഓപ്പൺ ആയിട്ട് പറയണമെന്നില്ല. അവർക്ക് ആ ഒരു കാറ്റഗറി ഇഷ്ടമായിരിക്കും. എന്നാലും ഞാൻ തെറ്റിദ്ധാരണയിലല്ല പറയുന്നത്. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. താങ്കൾ തന്നെ ബോഡി എക്സ്പോസ് ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ പല തവണ ഷർട്ട് ഓപ്പൺ ആയി. അയ്യാ, അപ്പൊ ആ ബൂബ്സ് താങ്കൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി. ഇതേ മെന്റാലിറ്റി തന്നെയാണ് മറ്റുള്ളവർക്കും. ട്രാൻസ്ജെൻഡേഴ്സിലെ എണ്ണം കൂടുന്നതിൽ പല ആൾക്കാരും ബൂബ്സ് വെച്ച് താഴെ സർജറി ചെയ്യുന്നില്ല. ഗേൾസ് കാണിക്കുന്നുണ്ട്, നോർമലൈസ് ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ ഇത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ടോ?
എത്രയും ബീച്ചിൽ പോകുമ്പോൾ ബിക്കിനീസ് ഇടാറില്ലാരും? ലൈക്ക് ബൂബ്സ് മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കി കാണിക്കുന്നുണ്ടോ? സോങ്ങിന് ആരും ബിക്കിനീസ് ഇടാറില്ല. ഞാൻ ചോദിക്കുന്നത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ടോ ഈ ബിക്കിനി ഇടുമ്പോഴും? നോക്കണ്ട, നോക്കിട്ടല്ലേ കണ്ട് അല്ലേ? അല്ലേ താങ്കൾ ചെയ്യുന്ന വീഡിയോസ്, ഈ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞേ, താങ്കൾ ചെയ്യുന്ന വീഡിയോസിലുള്ള കാര്യം പറഞ്ഞു. ഇഷ്ടമായിട്ടല്ലേ കാണിക്കുന്നേ? അപ്പൊ നമ്മള് റീൽസിലൊന്നും കാണിച്ചില്ലല്ലോ, സീരീസിലല്ലേ? സീരീസ് കാണിച്ചോ? പ്രൊഫൈലുണ്ടോ? എനിക്ക് സ്കിപ്പ് ചെയ്തോളൂ. കാണിച്ചിട്ടുണ്ട്. കണ്ടോ? അതിപ്പോ ഞാൻ എന്റെ ഭംഗിയുള്ള നമ്മളുടെ ബോളിവുഡ് ഫുൾ മലൈക്ക അവർക്ക് അല്ലേ, അവർക്ക് സെയിം പറയുന്ന സെയിം ആൻസറാണ് ഞാനും പറയുന്നത്. ഐ ഹാവ് ദ ബോഡി ആൻഡ് ഐ ക്യാൻ ഷോ. നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങളുടെ ബോഡി കൊള്ളില്ല, അതുകൊണ്ടാണ് കാണിക്കാത്ത. ഫോർ എക്സാമ്പിൾ ഗേൾസ് പോട്ടെ, ഇപ്പോഴത്തെ ബോയ്സോ ചഡ്ഡി ഇട്ടിട്ട് അവർ സാധനം പുറത്ത് കാണിച്ചിട്ടാണ് ജിം എടുക്കുന്നത്. ജിമ്മിന് ഇത്രയും കാണിച്ചാ പോരെ? വൈ ദേ ആർ ഗോയിങ് ദ ക്യാമറ ഡൗൺ? വൈ? അല്ല ബോയ്സിന് മെയിൽ എന്ന് പറഞ്ഞാൽ അപ്പർ ബോഡി കാണിക്കാൻ അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഷർട്ട് പോലും ഇടാൻ പറ്റില്ലല്ലോ. കാമാനി പറയൂ, ഒരു അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ഷർട്ട് ഇടാനുള്ള അനുവാദമുണ്ടോ? ഷർട്ട് ഊരണം. സോ മെയിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അണ്ടർ പാൻസ് ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയുള്ളത്? ചെസ്റ്റ് ആണോ സെക്ഷൽ? അന്ന് പിന്നെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ പുരുഷന്മാരൊക്കെ മാറി മറിച്ച് നടക്കേണ്ടി വരുന്നു. അമ്പലം എല്ലാ കാര്യം അങ്ങനെ തന്നെയല്ലേ? അത് ഓക്കെ. ബോയ്സ് ഞാൻ പറഞ്ഞത് ബോയ്സിന് ഇവിടെ വരെ കാണിക്കും, കുഴപ്പമില്ല. ജിം സത്യമായിട്ട് കാണുന്നതാണ് ഫുൾ ബൾജ് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോഴത്തെ ബോയ്സ് ബട്ട്സും കാണിക്കാൻ തുടങ്ങി. അതിപ്പോ നമ്മള് ബോഡി ഷോ ചെയ്യുമ്പോ, അതായത് കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോ പുരുഷന്മാർ ഓൾറെഡി ഗേൾസും കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ബോഡി ഷോ മൊത്തം കാണിക്കുന്നില്ലല്ലോ. വീഡിയോയില് ഇപ്പൊ വീഡിയോസ് നിങ്ങൾ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീൽസിലല്ല ഞാൻ പറഞ്ഞു, കാമാവിനോട് കൂടെയുള്ള വെബ് സീരീസ്. പ്രൈവറ്റ് സെക്ടർ അത് ആവശ്യമുള്ളവർ കണ്ടാൽ മതി, പിള്ളേര് കാണാൻ പറ്റില്ല. പ്ലസ് 18 പക്ഷെ എന്റെ നമ്മൾ വന്ന ടോപ്പിക് ഇതൊന്നല്ല. നമ്മൾ പറഞ്ഞ ടോപ്പിക് ട്രാൻസ്ജെൻഡേഴ്സിന് എണ്ണം കൂടുന്നത് ഈ ഒരു വർക്കിന് വേണ്ടി, അല്ലെങ്കിൽ ഇത് കാണിച്ച് ജസ്റ്റ് ബൂബ്സ് മാത്രം വലുതാക്കി കഴിഞ്ഞാൽ കാശ് കുറെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റ് വന്നുകൊണ്ടാണ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മലയാളം അറിയില്ല. ട്രാൻസ്ജെൻഡേഴ്സ് അവര് വരുന്ന ഈ ഇൻഡസ്ട്രി സെക്സ് വർക്കേഴ്സ് ആയിട്ട് ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറുന്നത് ഇവർക്ക് പൈസക്ക് വേണ്ടിയിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല അവരെന്നെ പല ആൾക്കാരും പറയുന്നതാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, കുറെ കാശ് ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. എനിക്കറിയില്ല ഇതിനെ കുറിച്ച്, എനിക്ക് നോ കമന്റ്സ്. കാരണം അത് അവരുടെ മെന്റാലിറ്റി, അവരുടെ സോച്ച്, അവരുടെ തിങ്കിങ്. ഇനി ഞാൻ പൈസ എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ടല്ലോ, ചെറുക്കന് ശരിക്കും ആണാണ്, പക്ഷെ അവൻ ലൈക്ക് ട്രാൻസ് ആവാൻ വേണ്ടി മൂക്കൊക്കെ കുത്തി, കാതൊക്കെ കുത്തി, ഇങ്ങനെ മാറി മാറി വരുന്നത്. അങ്ങനെ എന്തിനാണ് ആമ്പിള്ളേർ മാറുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ എന്താണ് ആ ഇതിലേക്ക് വരാൻ ഒരു കാരണം? എന്നാൽ സംസാരിക്കുമ്പോഴൊക്കെ കറക്റ്റ് പുരുഷനാ, അവനൊരു അല്ല പെണ്ണുങ്ങളുടെ കൂട്ട് അല്ലെങ്കിൽ ഒരു ഉണ്ടല്ലേ ട്രാൻസ് സംസാരിക്കാൻ. എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. അല്ലാതെ എനിക്കറിയാവുന്ന ഒരു പയ്യനുണ്ട്, ആരെ എന്തോന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആൺപിള്ളേർ എന്ത് കാണിച്ചാൽ, ആൺപിള്ളേരെന്നല്ല ആണുങ്ങൾ എന്ത് കാണിച്ചാലും പ്രശ്നമില്ല. അത് നോർമലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് വെബ് സീരീസ് തന്നെ ആണുങ്ങൾ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫേസ് കാണിക്കാതെ. ഇപ്പൊ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ, ഇപ്പൊ അതാണ് ഏറ്റവും വലിയ ചർച്ച വിഷയം, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്. പക്ഷെ അത് നിങ്ങളെ പോലെ ഫേസ് റിവീൽ ചെയ്തില്ല, പുള്ളിക്കാരൻ മാസ്ക് ഒക്കെ ഇട്ടിരുന്നു. നാളെ നിങ്ങളും ഇതുപോലെ മാസ്ക് ഇട്ടിരുന്നു കഴിഞ്ഞാല് നിങ്ങൾ അംഗീകരിച്ചു. അതെ, ഞങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവന്റെ സാധനം വേറെ പെണ്ണുങ്ങൾ വിളിച്ച് അവൻ പോകുന്നതിനാണ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞത്. നമ്മുടെ ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണ്. ഞാൻ അത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പഠിച്ച വ്യക്തിയല്ലേ? ഞാൻ പഠിച്ച വ്യക്തിയല്ല. ഞാൻ ഇത് പറയാനുള്ള റീസൺ ഒറ്റ റീസണേ ഉള്ളൂ. ഒരാള് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിപ്പോ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയാലും ആർട്ടിസ്റ്റ് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, മോഡൽ ആയാലും, പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലേ അവരിങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആവുന്നത്? അവരിതൊരു ആക്ട്രസ്, ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്.
ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ വെളിയിൽ ആണുങ്ങളുടെ കൂടെ ഒരുപാട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്പായിലൊക്കെ ഒരു ദിവസം എനിക്കറിയാവുന്ന ഒരു പെണ്ണ് എന്നോട് പറഞ്ഞ ഒരു സ്പായിൽ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണ്, ഞാൻ ചോദിച്ചു എത്ര പേര് നിനക്ക് വർക്കിന് വന്നു, എന്നോട് ഡൗട്ട് ചോദിക്കാൻ വിളിച്ചാണ്. എന്നോട് പറഞ്ഞു 18 പേര്. പ്രോസ്റ്റിറ്റ്യൂട്ട്. एक मिनट പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും എന്താ ഇപ്പം നമ്മള് അതാണ് എല്ലാം അവരവരുടെ മെന്റാലിറ്റി, അവരുടെ സോഴ്സ്, അവരുടെ വർക്കാണ്. നോബഡി ക്യാൻ പോയിന്റ് ഔട്ട് ഓൺ ദം. ബട്ട് ഞങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അല്ല. ഞാൻ പറയാം, ആ ഒരു ക്ലാരിറ്റി മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല, അതിനാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, പേര് കോൾ വന്നിട്ട് കോൾ വന്നിട്ട് കാമേ ഞാൻ ഇവിടെ ഉണ്ട്, എനിക്ക് ഒരു ഷോട്ട് അടിക്കാൻ തരുമോ, 2 ഷോട്ട് തരുമോ, ഇവരെ നിങ്ങൾക്ക് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം. ഞങ്ങളതല്ല. ഇതാണ് ഇത്. ഈ ഇന്റർവ്യൂ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ട് താഴെ വരും ഈ വെടികൾ എന്തിനു നീ ഇന്റർവ്യൂ ചെയ്തു. വെടികൾ എന്ന് പറയുന്ന അതൊക്കെ അവന്റെ പെണ്ണുപിള്ള എത്ര പേരോടെ പോകുന്നുണ്ടെന്ന് പോയി നോക്ക്. ഞങ്ങൾ അങ്ങനെ നടക്കുന്നില്ല. അപ്പൊ ആ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത്. ഇവന്മാർ എത്ര പെണ്ണുങ്ങളോട്, എനിക്ക് അറിയാവുന്ന എത്രയോ ആണുങ്ങളുണ്ട്. ഞാൻ ഇന്ന് പോയിട്ട് വന്നായിട്ട് ആണുങ്ങളും തമ്മിൽ ചെയ്യുന്നത് എനിക്ക് വീഡിയോ കാണിച്ചു തന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാ കേട്ടോ, ഇങ്ങനെ ആണുങ്ങൾ തന്നെ ഇങ്ങനെ സക്ക് ചെയ്ത് ഭയങ്കര സുഖമായിട്ട് പുറകെ കേട്ടോ, ഇങ്ങനെ എല്ലാം പറയുന്നത്. അതേ പറഞ്ഞേ, ഇങ്ങനെ പറയുന്ന ആൾക്കാര് വെരി 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 ബാഡ് പീപ്പിൾസ് എന്നേ പറയുള്ളൂ. അല്ലെ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഞങ്ങളെയൊക്കെ എന്ത് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നത്? നിനക്ക് എന്ത് അധികാരമുള്ള? അല്ലെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പോയി കണ്ട, അല്ലെ ഞങ്ങളിങ്ങനെ ഹോട്ടൽ റൂമിൽ റെഡി ചെയ്ത് പിടിച്ച, അങ്ങനത്തെ സംബോധന ശരിയല്ല. ഓക്കെ, ഇനിയിപ്പോ അത് വല്ലാത്തൊരു ടോപ്പിക്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ജാസിനെ കാമവാഹിനി കണ്ടുമുട്ടിയത്? ജാസ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴാണ് കണ്ടുമുട്ടിയത്? ജാസിന്റെ റീൽസ് ഇൻസ്റ്റയിലാണ്. ജാസിന്റെ റീൽസ് കണ്ടിട്ട് D4 ഡാൻസിൽ എനിക്ക് ആ ശോഭനയിലൂടെ ഡാൻസ് ചെയ്യുന്ന ആ പോർഷൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വിളിച്ചു അത് ഇപ്പോഴല്ല, അതിന് മുന്നേ എനിക്ക് ജാസിനെ അറിയാം. അത് കഴിഞ്ഞിട്ട് ജാസിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കാണും, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അപ്രോച്ച് ചെയ്ത് ചോദിച്ചു, ഓക്കെ ഇവൾക്ക് എൻ്റെ കൂടെ വരാൻ കംഫർട്ടബിൾ ആണ്. ഞങ്ങൾ അങ്ങനെ ഉള്ള ഫ്രണ്ട്ഷിപ്പിൽ വന്നു. എൻ്റെ കൂടെ ഇപ്പം എൻ്റെ മോഡലായിട്ട് ചെയ്യുന്നത്, വേറെ ആരുടെയും കൂടെ ഇവിടെ ചെയ്തിട്ടില്ല. എൻ്റെ റെന്റ് അടയ്ക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, എനിക്ക് അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ അവള് വീട്ടിൽ വരും. എനിക്ക് തോന്നുന്നത് ഒരുപാട് ഈ കാട്ടിലും കൂട്ടിലും കിടക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അവരുടെ വൈഫിനെ സന്തുഷ്ടിക്കാൻ ആൾക്കാർ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. അവർക്ക് എന്നും ഡെയിലി അവർ അടി വഴക്കുമാവും. ഒരു കല്യാണം കഴിയുമ്പോൾ ഒരു 10 മാസം കഴിയുമ്പോൾ അടി വഴക്ക് തുടങ്ങും. എന്തുകൊണ്ട്? ഇതുകൊണ്ട് തന്നെയാ മെയിൻ. കാരണം ലൈഫിലൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. നോട്ട് ഓൺലി സെക്സ്, അവരൊന്നും പുറത്തു കൊണ്ടുപോകത്തില്ല, അവരെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകത്തില്ല. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ പൈസയോ വീടോ കാറോ മാത്രമല്ല വേണ്ടത്, മാത്രം സന്തോഷം, സമാധാനം. ഒരുപോലെ അവർ പറയില്ല. ഈ ബോയ്സും പറയില്ല, ചില ബോയ്സും പറയില്ല. അത് ഈ ഉള്ളിൽ 2 പേരെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവർ പോയി കാണും, ഞങ്ങളെയും കാണും, ഞങ്ങൾ റീൽസ് കാണും. എന്നിട്ട് അത് മനസ്സിൽ വെച്ചോളൂ. എന്നാൽ ഇവർ ഡിസ്കഷൻ ചെയ്യത്തില്ല. ഹസ്ബൻഡ് വൈഫ് ഡിസ്കഷൻ നന്നായിട്ട് ചെയ്യണം, എന്നാലേ ഡിവോഴ്സുകളൊക്കെ നിൽക്കുള്ളൂ. ഡിവോഴ്സുകളൊക്കെ ഫാമിലീസിന് വിചാരിക്കും അയ്യോ അവിടുന്ന് പൈസ വന്നില്ല, എന്നാ സ്ത്രീധനം വന്നില്ല, അത് വന്നില്ല. അതുകൊണ്ടൊന്നും അല്ല. നമ്മളെ കുറ്റം പറയാതെ അവനൊരു ഫാമിലി ആദ്യം സെറ്റ് ആണോ നോക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഫാമിലി കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ നിങ്ങൾക്ക് നല്ല ടെക്നിക്സ് പറഞ്ഞു തരാൻ വേണ്ടി അതല്ല ജാസ് എന്നെ ഇത്രയും കുറ്റം പറയുന്നത്. എന്റെ ഇവര് പറയുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഷീമയിലുമായുള്ള കാര്യങ്ങളാണ്. അതല്ല ഇത്രയും കുറ്റം പറയുന്നല്ലോ, വെടിന്നൊക്കെ വിളിച്ച് സംസാരിച്ചത്. എന്റെ ഫാമിലി എങ്ങനെയാ? നീ പറ, എന്റെ ഫാമിലി എങ്ങനെയാ? പിന്നെ ഞാൻ എന്റെ വീട്ടിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. എന്റെ ഫാമിലി കറക്റ്റ് എൻ്റെ ഒരു വീട്ടിലെ ഒരു വുമണാണ്. എൻ്റെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ ആക്ടിങ് ബേസിൽ പോകുമ്പോൾ ഞാൻ അതാണ്. അത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ താങ്കൾ എന്ന് പറഞ്ഞ ഞങ്ങൾ ടെക്നിക്സ് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോ ഷീമെയിൽസ് ടെക്നിക്കലാണോ? അങ്ങോട്ടും മാറുന്നുള്ളൂ, സെയിം അല്ലേ സാധനങ്ങൾ. ടെക്നിക് ഹണി, ഐസ് ക്യൂബ്, ചോക്ലേറ്റ്സ്, അല്ലെങ്കിൽ റോൾ പ്ലേസ്, ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് ഹസ്ബൻഡ് വൈഫ് ഹണിയൊന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ടല്ലോ. അവിടെ യൂസ് ചെയ്യണ്ട, ജസ്റ്റ് ഇവിടെ കൂടെ. അതാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു. പറഞ്ഞില്ല, അതിന്റെ പുറമേ ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ഇതൊക്കെ കറക്റ്റ് വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ എന്നും ഹസ്ബൻഡ് വൈഫ് ചെയ്യും. അല്ലെങ്കിൽ ശാരദ ചേച്ചി അല്ലെങ്കിൽ അനിലേട്ടൻ, എന്നും ശാരദ അനിലും, എന്നും ശാരദ അനിലും.
അവർക്ക് ക്യാരക്ടർ ഫിലിം ഇൻഡസ്ട്രി പോലെ ക്യാരക്ടർ മാറ്റി പഠിക്കാം. ഇന്ന് ഞാൻ പ്രിയ ആകാം, ഇന്ന് നീ പോസ്റ്റ്മാൻ ആകാം, നീ അത് കത്തിടാൻ വരും, നമ്മൾ ആക്ട് ചെയ്ത് കത്തിടാൻ വരും, എനിക്ക് നിന്നെ ഇഷ്ടമാകും. ഇഷ്ടമായി കഴിയുമ്പോൾ ഞാൻ പതുക്കെ ഈ പറഞ്ഞ പരിപാടി നമ്മുടെ മലയാളികൾക്കിടയിൽ നടക്കുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇപ്പോഴത്തെ കാലം ഫാന്റസിയുടെ കാലമാണ്. ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് ഇങ്ങനെ ഉടുത്തൊരുങ്ങി മുല്ലപ്പൂവൊക്കെ ഈ തുളസിക്കതിരൊക്കെ വെച്ചിട്ട് ഭർത്താവിന്റെ കാലൊക്കെ തൊട്ട് ഇങ്ങനെ തൊഴുതിട്ട് വരുന്ന ചെക്കന്മാർക്ക്, അങ്ങനെയുള്ള പെണ്ണുങ്ങളൊന്നും ഇപ്പോഴത്തെ ചെക്കന്മാർക്ക് വേണ്ട. അത് ഈ ചെക്കന്മാര് കാണുന്ന ആൾക്കാർ തന്നെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയുള്ള ആൾക്കാരാണ് വേണ്ടത്. ഫാന്റസിയുടെ പുറത്ത് പോകുന്ന പിള്ളേർ, അവളമാർക്കും ഇതെല്ലാം ആഗ്രഹം ഉണ്ട്. തുറന്നു പറയാൻ പറ്റാത്ത സമൂഹമാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ വാട്ട് അബൌട്ട് യുവർ ഫാമിലി? കാമാവിനൊരു കംപ്ലീറ്റ് ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു, കുട്ടികളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? വാട്ട് അബൌട്ട് മൈ ഫാമിലി എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ ഫാമിലി ഒരുപോലെയാണ്. ചേച്ചിയും ചേട്ടനും എല്ലാവരും. അപ്പം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവരെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നത്. പേടിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പൊ അവരും അങ്ങനെ ആയിപ്പോയി. അപ്പൊ അവരെ ഞാൻ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ട്രാൻസ് എന്നല്ല, ഈ റിലേറ്റീവ്സും നെയ്ബേഴ്സും എന്നൊക്കെ പറയുമ്പം സ്പെഷ്യലി കേരളത്തില് നിങ്ങളൊരു ഗ്രീൻ ചപ്പലിട്ട് കഴിഞ്ഞാൽ പോലും അവർക്ക് പ്രശ്നമാണ്. അവരുടെ കളർ ഇടണം. അയ്യോ ഇത് കൊള്ളില്ല, ഓറഞ്ച് ഇട്. അപ്പൊ ഈ നമ്മളും അങ്ങനെ ആണോ, അയ്യോ എന്നാൽ ശരി ഓറഞ്ച് ഇടാം. നിനക്ക് ഇഷ്ടം ഗ്രീനാ, പക്ഷെ നീ ഇടുന്ന ഓറഞ്ച് അവർക്ക് വേണ്ടി. ആയിക്കോട്ടെ. സിബ്ലിങ്സ് ഒന്നും ഇതുവരെ, അല്ലെങ്കിൽ അച്ഛനമ്മയൊന്നും ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു അമ്മ കൊച്ചിനെ പുറത്ത് എടുക്കുമ്പോൾ ആ വേദന, അപ്പം എല്ലാ അമ്മമാർക്കും ആ വേദനയും ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവർ ഞാൻ പറഞ്ഞില്ലേ, അവർ സിബ്ലിങ്സ് എല്ലാവരും ഓക്കെയാണ്, അവർക്ക് ഓക്കെയാണ്. പക്ഷെ ഈ ഒരു സമൂഹം, ഈ ഒരു റിലേറ്റീവ്സ്, ഈ നെയ്ബേഴ്സ്, ഇവരാണ് ഇവർക്ക് സ്ക്രൂ ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ, അത് അവർ മറച്ചു വെക്കും. അത് എല്ലാവരുടെയും ഉള്ള കുഴപ്പം. അതിന് എനിക്കറിയത്തില്ല ഇത് മാറ്റാൻ പറ്റുമോ. നമ്മൾ ചെയ്യേണ്ടത് 10 പേര് പറയുന്നത് കേൾക്കുക, തിരിച്ച് പോവുക. ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടം. കാരണം അങ്ങനെ ശരി, ഞാൻ അവർ പറയുന്ന പോലെ ഇരിക്കാം, ഈ നാട്ടുകാർ പറയുന്ന പോലെയും എൻ്റെ റിലേറ്റീവ്സ് പറയുന്ന പോലെ ഇരിക്കാം. എൻ്റെ അക്കൗണ്ടിൽ മാസം 5 lakhs rupees ഇട്ടുക. 5 lakhs ആണോ ചിലവ് ഒരു മാസം? എനിക്ക് 180,000 90,000 1 lakh rupees ചെലവാണ് മുംബൈയിൽ. മുംബൈ ആണോ കേരള ആണോ ഇഷ്ടം? ഒബ്വിയസ്ലി മുംബൈ ആണ് ഇഷ്ടം താമസിക്കാൻ. കേരള 2 ദിവസം വന്നിട്ട് ഫുഡ് കഴിച്ച് വയലൊക്കെ കണ്ടുപോകാൻ ഇഷ്ടമാണ്. എന്താണ് മുംബൈ എത്ര കംഫർട്ട് സോൺ ആവാനുള്ള റീസൺ? കംഫർട്ട് സോൺ അവിടുത്തെ ആൾക്കാർ. നമ്മളൊരു 5 star ഹോട്ടലിൽ പോകുമ്പോൾ അവിടുത്തെ ആംബിയൻസ് നമ്മൾ നോക്കത്തില്ലേ, ഹൗ ദേ ട്രീറ്റ്. ഒരു ഹോട്ടലിൽ പോകുമ്പോൾ നിങ്ങൾ ഹോട്ടലുകാരൻ വന്നിട്ട് എന്നാ കഴിച്ചോ, കേരളത്തിൽ അങ്ങനെയാണോ? കേരളത്തിലെ ആൾക്കാർ നമ്മളെ അങ്ങനെ നോക്കുന്നത് എല്ലാവരെയും. അപ്പൊ അതുകൊണ്ട് അവിടെ നീ എങ്ങനെ പോലെ അവർക്കൊരു കുഴപ്പമില്ല. കാരണം അവർക്കറിയാം അവരുടെ തല വേറെയാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകും. കാരണം അവർക്കറിയാം ഇവര് നമുക്ക് നാളെ കഴിക്കാൻ തരത്തില്ല. എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ വർക്ക് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾ ഡാൻസർ, ഭയങ്കര പാഷനേറ്റ് ഒരാളാണ്, വീണ്ടും ഒരു ഡാൻസ് കരിയറിലേക്ക് നോക്കാന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ ജീവനാണ് ഡാൻസും മോഡലിങ്ങും ആക്ടിങ്. നല്ല മൂവി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നല്ല മൂവി ഞാൻ ഹിന്ദി മൂവി ചെയ്തിട്ടുണ്ട്. ഒരു ഹൈദരാബാദി ഹിന്ദി മൂവി റിലീസ്ഡ് ആണ്. ഒന്ന് ഹിന്ദി ഫീച്ചർ ഫിലിം ഡബിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെറുതെ എനിക്ക് ആക്ടിങ് ഒന്നും അറിയാത്തതുകൊണ്ടാണല്ലോ അവർ എടുത്തത്. പക്ഷേ ഞാൻ കാമാവിനി രണ്ടുപേരോട് കൂടി ചോദിക്കുന്നത്, സണ്ണി ലിയോണെ കാണുമ്പോൾ വേറൊരു വ്യൂ പോയിന്റും നിങ്ങളെ കാണുമ്പോൾ വേറൊരു വ്യൂ പോയിന്റുമാണ് ആൾക്കാരുടെ ഒരു വ്യൂ പോയിന്റ്. സണ്ണി ലിയോണെ കാണുമ്പോൾ ഒരു സെലിബ്രിറ്റി, ഭയങ്കര ഫാൻസ്. പുള്ളിക്കാരത്തി ഓൾറെഡി ഇന്റർനാഷണൽ വന്നതാണ്. പുള്ളിക്കാരത്തി ഇഷ്ടംപോലെ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ കാലം ഓരോ ബെന്റ്ലിയും ഫെറാറിയൊക്കെ വരുമ്പോൾ എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യും. അല്ല, ഓൾറെഡി എനിക്ക് UK കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാനും ഭയങ്കര വലിയ ടോപ്പാവും. അപ്പൊ ഇനി ഇന്ത്യൻ പോൺ സ്റ്റാർ മാറി ഇന്റർനാഷണൽ പോൺ സ്റ്റാർ ആവുമ്പോ ആണോ UK give a smile like that? Hello. She said she get UK
ഒരു വലിയൊരു ക്രെഡിറ്റ് എന്ന് പറയുന്നു. സോ അതൊരു അപ്രീഷിയേറ്റഡ് തിങ് അല്ലേ? എക്സ്കൗൺസിലിൽ വിളിച്ചിരുന്നു, ഞാൻ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് വിളിച്ച പുല്ലൂല്. തിങ്കിങ് ഇതൊരു ഓരോ ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യു ഗെറ്റിംഗ് ഓഫേഴ്സ്, യു ഗെറ്റിംഗ് പ്രൈസ്. തീർച്ചയായിട്ടും ഇതിന്റെ ആക്ടേഴ്സിന് അധികം കിട്ടൂലല്ലോ, അതുകൊണ്ടാണ് വിത്ത് ഫേസ് ഉള്ള, അത് റയറാ. പിന്നെ കേരളത്തിൽ നിന്ന് ബ്ലാക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല, അങ്ങനെ വന്നേക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വൺസ് അഗൈൻ ഐ ആം റിപ്പീറ്റിംഗ്, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ അല്ല. ആര് എല്ലാവരും ഈ കാണുന്ന ആൾക്കാർ, ഈ എന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരല്ലേ, ബട്ട് അതൊക്കെ ഓരോരുത്തർ ചോയ്സ്. ഇപ്പം ഞാൻ ഇതുവരെ കാമാഹിനിയുടെ ഒരു വീഡിയോ പോലും കണ്ടിട്ടില്ല. നല്ല കാര്യം. അതെ, അതുപോലെ കാണാത്ത ആൾക്കാർ പല ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് വരുന്ന ഒരു അറ്റാക്ക് ഉണ്ട്, ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ജോലി എന്ന് പറയാൻ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആരോ, സെലിബ്രിറ്റി ആവാം, സാധാരണക്കാരനാവാം, ഞാൻ അങ്ങനെ വേർതിരിവില്ലാതെ ഇൻ്റർവ്യൂ എടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എനിക്ക് ജാസ് എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ ഇന്ന് ഇവിടെ വെച്ചാണ് കാണുന്നത്. എനിക്ക് മുമ്പ് ഞാൻ അതിൻ്റെ പ്രൊഫഷൻ ചെയ്യുന്നു, അവരും അവരെ പ്രൊഫഷൻ ചെയ്യുന്നു. അതിന് നമ്മൾ തെറി വിളിക്കാനോ നമ്മളത് കമന്റ് ചെയ്യാനോ. ഇപ്പൊ ജാസ് എന്ന് പറഞ്ഞ വ്യക്തി ആളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് ആള് തന്നെ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അതെ, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോ ഇപ്പൊ ഈ ചാനലിനും വരുമാനം വേണം. ഇപ്പൊ ഈ ഫ്ലോറ്, നിങ്ങൾക്കുള്ള എക്സ്പെൻസ്, എനിക്കുള്ള എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യണം. ഞാനൊരു ഫ്രീലാൻസ് ആങ്കറാണ്. അപ്പോൾ അതൊക്കെ കണക്കിലാക്കിക്കൊണ്ട് അവരവർ ജോലി ചെയ്യുന്നു, അവരത് റീലാക്കുന്നു അല്ലെങ്കിൽ ഷോർട്സ് ആക്കുന്നു. ഇതൊരു മീഡിയ ആണ്, ഇതിൽ എല്ലാ ആൾക്കാരും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ദിസ് ഇസ് ആൻ എൻ്റർടൈൻമെൻറ്റ്. ഇങ്ങനെയൊരു ആൾക്കാരുണ്ട് എന്ന് സമൂഹത്തിൽ വിളിച്ചറിയുന്നു. നിങ്ങളൊരു കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്, കമാനിയുടെ കാര്യത്തിൽ. ബിക്കോസ് പല ആൾക്കാരും, ഇപ്പോൾ നിങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആൾക്കാരെ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അതായത് നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ കാണുന്നു, പക്ഷെ ആൾക്കാരത് കാണുന്നില്ല, അവർ വേറെ ഇതിൽ ചിത്രീകരിക്കുന്നു. എന്നിട്ടും ഇവിടെ ഇപ്പോൾ 3ാമത്തെ തവണയാണ് നമ്മുടെ ചാനലിൽ ഇതുപോലെ വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പോഴും ഞാൻ കഴിഞ്ഞ വട്ടം കണ്ട അതേ കാമാഹിനിയാണ് ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. പറഞ്ഞ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അത് ഒരു വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. അതായത് ഉറച്ച നിലപാടുകളാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഒരുപാട് ചവിട്ടി വന്ന വ്യക്തിയാണ്. കാരണം വെച്ചാൽ എന്നെ ചവിട്ടി താഴ്ത്തിയെടുത്തു ഞാൻ കയറി വന്നതാണ്. അപ്പൊ എനിക്ക് കുനിക്കേണ്ട ആവശ്യമില്ല, മുകളിലോട്ട് മാത്രം നോക്കിയാൽ മതി. പക്ഷെ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് തുറന്നടിച്ചങ്ങോട്ട് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് പിടിക്കില്ല. ഇപ്പൊ ഞാൻ പോലും ആരും എന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യുന്ന ആൾക്കാർ ചെയ്യട്ടെ. അവര് പുറമോട്ട് തിരിഞ്ഞു നോക്കുക. ഇത് നിങ്ങൾ വന്നിട്ട് ഇത് ശരിയാ ചേച്ചി എന്ന് പറയണമെന്ന് പറഞ്ഞില്ല, പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അവർക്ക് 0 ആയിരിക്കും. അവരൊക്കെ ചിന്തിച്ചാൽ ചേച്ചി പറഞ്ഞ സത്യം, മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ്. ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ അംഗീകരിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് നെഗറ്റീവ് പറയുന്ന ആൾക്കാരും വേണം. ഞാൻ അതിനെ ഇത് സോഷ്യൽ മീഡിയ ആണ്. നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. നമ്മളെ എല്ലാവരും അയ്യോ ചേച്ചി ദേ പാവാന്ന് പറയത്തില്ല. അത് കറക്റ്റ് ഞാനത് തുടക്കത്തിൽ നിന്ന് എനിക്ക് ഇതെല്ലാം മനസ്സിലാക്കി കയറി വന്നേക്കുന്ന വ്യക്തി. അതിന് എനിക്കൊന്നും ഒരു വിഷയമല്ല. എന്തിനാണ് ഇവരുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഒന്നും യാതൊരു ആവശ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ആൾക്കാരുടെ ജീവിതം പുറത്തേക്ക് കൊണ്ടുവരാം. അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച എന്താ പറയുക, ഇപ്പോൾ ദുരനുഭവം ഉണ്ടായിന്ന് പറഞ്ഞു. നമ്മൾ പലയിടത്തു നിന്നാണ് പഠിക്കുന്നത്. അതെ അതെ, നമ്മൾ ആരും ബോൺ ഒരു സ്റ്റാർ ആയിട്ടോ ഒന്നും വന്നിട്ടില്ല. അല്ല, നമ്മളെല്ലാം നമ്മളുടെ ജീവിത വിഷമങ്ങളും സാഹചര്യങ്ങളും രീതിയിലുമാണ് ഓരോരുത്തർ എത്തുന്നത്. ഞങ്ങളെല്ലാം വീട്ടിൽ കുത്തി നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അത് തന്നെയല്ല എനിക്ക് ഇപ്പോഴത്തെ സമൂഹത്തിലെ പെണ്ണുങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ബോൾഡ് ആയിരിക്കുക, ഒന്നിലും തകരാതെ ബോൾഡായിട്ട് മുന്നേറി വരിക. അത്രയും മാത്രമേ പറയാൻ. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സാണ് നമ്മുടെ ധൈര്യം. അതെ, അപ്പോൾ ഇത്രയും വേറെ ഒന്നും നമുക്ക് സംസാരിക്കാനില്ല. അപ്പോൾ അത് മാത്രമല്ല, ഹാപ്പി ആയിട്ടിരിക്കുക, ഞങ്ങളെല്ലാവരും ഹാപ്പി ആക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ജീവിതം സന്തോഷമാണ്, ഇത്ര ചെറിയൊരു ജീവിതമാണ്. അതിനകത്ത് നാളെ ഉണ്ടോ ഇല്ലോ നമുക്കറിയില്ല. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു തെറി വിളിക്കാനൊരു വീഡിയോ അല്ല. ഇവരുടെ ജീവിതം ഇവർ പറയുന്നു, ഞാനത് ചോദിച്ചറിയുന്നു. നിങ്ങൾക്ക് പറ്റാത്തത് ഞാനിവിടെ ചോദിച്ചറിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അതെ, അപ്പോൾ ഞാൻ വെറുപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഗസ്റ്റായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ആർജി കിരൺ സൈനിങ് ഓഫ് ഫ്രം മൈ മീഡിയ ഒറിജിനൽസ്. ബൈ.